Hi everyone, welcome to yet another episode of Tralmak. നമ്മളിപ്പോൾ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിലാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ ഈ ബാക്കിൽ കൂടെ പോകുന്നത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേ ആണ്. നമ്മളപ്പോൾ അങ്ങോട്ട് കയറിയ വഴിക്ക് നമ്മൾ ശ്രീരംഗപട്ടണത്തോട്ട് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ കയറിയ വഴിക്ക് നമ്മൾ കുറേ നാളായിട്ട് പോയി കാണണം എന്ന് വിചാരിച്ചിരുന്നൊരു സംഭവം, ഒരു മ്യൂസിയം. ഞങ്ങൾ ഇന്നലെ ഓൾറെഡി മൈസൂർ സൂവും കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്തു. പക്ഷേ അവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒരു രസമല്ല അവിടെ. അതുകൊണ്ട് അത് ഞങ്ങളൊന്ന് കണ്ട് ആസ്വദിച്ച് ഇറങ്ങി. അങ്ങനെ വേറൊരു മ്യൂസിയം മ്യൂസിയം കാണണമെന്ന് ഇങ്ങനെ കുറേ നാളായിട്ട് മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഹൈവേയിൽ ശ്രീരംഗപട്ടണത്തോട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ അതെൻ്റെ കൺമുന്നിൽ വന്നു കേട്ടോ. ഇതാ ഈ കാണുന്ന സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും ഗസ് ഉണ്ടോ? ഈ ഒരു ടയർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമുക്ക് എന്തായാലും വണ്ടിയെല്ലാം ലോക്ക് ചെയ്ത് കീ എടുത്തോളാം. വണ്ടിയെല്ലാം ലോക്കായി ഒന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്തി. ഓക്കെ, ഇതാ കേട്ടോ പാർക്കിംഗ്. നേരത്തെ പറഞ്ഞ പോലെ അതാണ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ കാർ മ്യൂസിയമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വിൻറ്റേജ് കാഴ്സിൻ്റെയും ട്രക്സ്, ഒരുപാട് വിൻറ്റേജ് വണ്ടികളുടെ കളക്ഷനും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു പ്രൈവറ്റ് മ്യൂസിയമാണ്. ഇവിടുത്തെ പാർക്കിംഗ് ഒക്കെ നോക്കിയേ, എന്താ ഭംഗി, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തേക്കുന്നത്, നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നുണ്ട് കേട്ടോ. ഇതാട്ടോ എൻട്രൻസ്. ഇതിൻ്റെ പേര് പയന എന്നാണ് കേട്ടോ. പയന യാത്ര എന്നായിരിക്കും മീനിങ്. ഇതാ ഒരു ടയറിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചറിലാണ് കേട്ടോ ബിൽഡിങ് പണിഞ്ഞിരിക്കുന്നത്. ഇതാണ് എൻട്രൻസ്. ഇതൊരു വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ. അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് ഈ സ്ട്രക്ചർ ഭയങ്കര വലുതായി. ദൂരെ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും സൈസ് തോന്നിച്ചില്ല. ഈ കാണുന്ന കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. നമ്മളിപ്പോൾ 2 ടിക്കറ്റ് എടുത്തിട്ട് 50 രൂപയാണ് കേട്ടോ പെർ പേഴ്സൺ. 2 പേർ കൂടി 100 രൂപ കട്ടിയുള്ളൂ. നമ്മളിത് അകത്തോട്ട് എൻ്റർ ആയി കേട്ടോ. എൻ്റർ ആയപ്പോൾ തന്നെ എവല്യൂഷൻ ഓഫ് വീൽസിൻ്റെ എവല്യൂഷൻ. 10,000 BC ആദ്യത്തെ ടയർ, 3500 BC, കഴിഞ്ഞിട്ട് 2000 BC, 1000 BC, അങ്ങനെ ഓരോന്നായിട്ട് ടയേഴ്സിൻ്റെ എവല്യൂഷൻ. അവിടെ നിന്ന് ഇങ്ങനെ 2009 ഫോർഡ് ഫിഗോ ആണ് കേട്ടോ ലാസ്റ്റ് വെച്ചേക്കുന്നത്. ഇത് കാളവണ്ടിയാന്ന് തോന്നുന്നുണ്ട് കയറുമ്പോൾ. 2 കാളവണ്ടിയോ കുതിരവണ്ടിയോ എന്തോ ആണ്. ഇത്ര ഇങ്ങനെ വാസ്റ്റ് ഏരിയയിൽ സംഭവം ഇങ്ങനെ പടർന്ന് കിടക്കും കേട്ടോ. ഇവിടെ കുറച്ച് വണ്ടിയുടെ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കി നോക്കാം. ഇത് ഓസ്റ്റിൻ 12-6 ഹാർലി എന്ന് പറയുന്ന ഒരു വണ്ടിയുടെ ചേസ് ആട്ടോ ഇറക്കി വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഫോട്ടോ ഇല്ല, വണ്ടിയുടെ ഫോട്ടോ എന്തായാലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതൊരു 1496 cc എഞ്ചിനാണ് കേട്ടോ. ഈ വണ്ടിയുടെ ചേസ് മാത്രമേ ഇവിടെ ഇരിപ്പുള്ളൂ. ചേസും വിത്ത് എഞ്ചിൻ ഇത്ര ഇവിടെ ഇരിപ്പുള്ളൂ. എഞ്ചിൻ നോക്കിയ വണ്ടിയുടെ ഇതാ അതിൻ്റെ ഗിയർ ബോക്സ്, ഗിയർ, സ്റ്റിയറിങ്, പിന്നെ ഇത് ചേസ് ആട്ടോ ഇരിക്കുന്നത്. ഇത്രയും ചേസ്. ടയറൊക്കെ വേറെ വല്ലതും മാറിയിട്ടത് എന്തെങ്കിലും ആയിരിക്കും. ഫ്യൂൽ ടാങ്ക് ഉണ്ടോ? ഇവിടെ ഫുള്ള് കാളവണ്ടിയുടെ സെക്ഷൻ ആട്ടോ. ഇതൊക്കെ കാളവണ്ടി തന്നെ. ഇതും എല്ലാം കാളവണ്ടി തന്നെ. പഴയത് ആ റാന്തൽ വിളക്കും ഹെഡ്ലൈറ്റ്, പണ്ട് ഹെഡ്ലൈറ്റിന് പകരം ഉപയോഗിച്ചിരുന്ന റാന്തൽ വിളക്ക് സംഭവങ്ങൾ, ഇതൊക്കെ ലോഡ് വരിക്കുന്നതാന്ന് തോന്നുന്നു. ഇത് ആൾക്കാരെ കരുതി കുറച്ച് നാൾ മുമ്പ് വരെയൊക്കെ നമ്മുടെ നാട്ടിൽ കൂടി ഇതിൻ്റെ വേറൊരു വേർഷൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഫിയറ്റ് 501. ഇത് 4 സിലിണ്ടർ ഇൻലൈൻ സൈഡ് വാൾ, 1460 cc, 3 സ്പീഡ് മാനുവൽ. ഇത് കേട്ടോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ആക്കുന്നത്. വണ്ടി നോക്കി, ഫിയറ്റ് ആട്ടോ, 1925 മോഡൽ ഫിയറ്റ്. നമ്മുടെ കൺവെർട്ടബിൾ ആട്ടോ സാധനം. നമുക്ക് അകത്തോട്ട് കയറി വണ്ടി ടച്ച് ചെയ്യാനോ അങ്ങോട്ട് കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതുവഴിയെല്ലാം ഇങ്ങനെ ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത പോലെയാണ്. അതായത് ഇതും ഫിയറ്റ് ആണ് കേട്ടോ. ഇത് ഒരു മാരക സാധനമാണ്, ഒരു ഹെവി ഐറ്റം. ഇത് ഫിയറ്റ് 521 ഇറ്റാലിയൻ മെയ്ഡ് കേട്ടോ. ഇതും 6 സിലിണ്ടർ ഇൻലൈൻ സൈഡ് വാൾ 251, 2500 cc കേട്ടോ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത്. 4 സ്പീഡ് മാനുവൽ, 1931. ഇത് പെരുത്തൊരു വണ്ടി കേട്ടോ. ഇതും ഏകദേശം അത്രയൊക്കെ ഉണ്ട്. എന്നാലും അതിൻ്റെ ബോണറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നോക്കി, സൈഡിൽ നിന്നുള്ള ലുക്ക് നോക്കി, ആ ഒരു കളർ കോമ്പിനേഷനും അടിപൊളി. അവിടുന്ന് നമ്മളിനി അടുത്ത വണ്ടിയിലോട്ട് പോകുമ്പോൾ ഇതൊരു മുട്ട സാധനമാണല്ലോ. ഇത് സ്റ്റുഡി ബ്രേക്കർ 1929 സ്റ്റുഡി ബ്രേക്കർ പ്രസിഡന്റ് 8. ഇതെത്ര? 8 സിലിണ്ടർ ഇൻലൈൻ ഹെഡ്, 5522 cc, 3 സ്പീഡ് മാനുവൽ, 5522 cc എഞ്ചിനാണ് വണ്ടിയിലിരിക്കുന്നത്. ഇത് കാറെന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. ഒരു ലോറിയുടെ അത്രയുണ്ട് സൈസൊക്കെ. നോക്കി, നമ്മുടെ ഒരു പിക്കപ്പിനെക്കാട്ടിലൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ സാധനം. ഇതിൻ്റെ സ്റ്റെപ്പിനെയൊക്കെ വെക്കുന്നത് ഇവിടെ കേട്ടോ. ഈ വണ്ടിയുടെ ഒരു കളർ കോമ്പിനേഷൻ നൈസാണ് കേട്ടോ. അതിൻ്റെ ടയറ് കാര്യങ്ങളൊക്കെ നോക്കി, MER 551. ഗ്രില്ലൊക്കെ നോക്കി, ഫ്രണ്ട് ഹെഡ്ലാമ്പ്സ് നോക്കി, ഹെഡ്ലാമ്പ്സിൻ്റെ സൈസ് നോക്കി, ഹെഡ്ലാമ്പ്സിൻ്റെ തന്നെ സൈസ് നോക്കി, എന്ത് വലുതാണ്. ഈ 2 സൈഡിലായിട്ടും സ്റ്റെപ്പിന് ഇങ്ങനെ റാക്ക് ചെയ്യുന്നത്. ഇതും കൺവെർട്ടബിൾ ആണ് വണ്ടി, രക്ഷയില്ല സാധനം. ഇത് സലൂൺ മോഡലാണ്, കുഞ്ഞ വണ്ടിയാണ്.
ഇതിൻ്റെ മെയ്ഡ് 1934 മെയ്ഡാണ്. ഓസ്റ്റിൻ 7RM സലൂൺ. 2 ബിയറിംഗ് 4 ഇൻലൈൻ സൈഡ് വാൾ 745.5 cc 755 cc എഞ്ചിൻ കേട്ടോ. കുഞ്ഞ വണ്ടിയാണ്, അതും കൺവെർട്ടബിൾ ആണ്. ടയറിൻ്റെ സൈസൊക്കെ നോക്കി, ഇതിപ്പോൾ പുതിയ ടയർ ഇട്ടേക്കുന്നത് കേട്ടോ. എന്നാലും ആ റിമ്മിൻ്റെയൊക്കെ സൈസ് നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞൻ ടയറും ഹെഡ് ലാംപ്സും ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റൊക്കെ നോക്കി അത് രസമുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ബോഡിയിൽ ചെയ്തേക്കുന്നത്. ഇതും കൺവെർട്ടബിളാണ് സാധനം. അടുത്തത് ഫോർഡാണ് കേട്ടോ. ഇത് 1946 മെയ്ഡാണ്. ഫോർഡ് പ്രീഫെക്ട് E93A കറക്റ്റാന്ന് തോന്നുന്നു ഞാൻ പേര് പ്രൊനൗൺസ് ചെയ്തത്. ഫോർഡ് 100E 1200 4 സിലിണ്ടർ എൽ ഹെഡ് സൈഡ് വാൾ 1172 cc ട്രാൻസ്മിഷൻ 3 സ്പീഡ് മാനുവൽ. ആ വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ ഇതാ കേട്ടോ. ഇത് 1946 മെയ്ഡ് ഫോർഡാണ്. ഫോർഡിൻ്റെ പഴയ ലോഗോ നോക്കി ഫ്രണ്ടിൽ ഗ്രില്ല് അടിപൊളി. ആ പണ്ടത്തെ ആ കാറുകളുടെ ഇവിടെ എല്ലാം കിടക്കുന്ന വണ്ടിയെല്ലാം നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡിസൈൻ എലമെൻ്റ് ആണ്. അതായത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വന്ന് നമ്മളെന്താ ഡോൾഫിൻ ഹൗസ് പോലെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് വലുതായിട്ട് പോകുന്ന പോലെ. ഇത് 4 ഡോറാണ് വണ്ടി. അടിപൊളി. കളർ കൊള്ളാൻ രസമുണ്ട്. ഇതും കൊള്ളാം. ഇത് ഏതാണ്? ഇത് മോറിസ് 8 സീരീസ്. വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ 1947 മെയ്ഡാണ്. മോറിസ് 8 സീരീസ്. ഇത് മാനുഫാക്ചർഡ് ഇൻ UK. അയ്യോ, ഇത്രയും നമ്മൾ ആ നോക്കിയ വണ്ടികളുടെ എല്ലാം മാനുഫാക്ചർഡ് പറയാൻ മറന്നു പോയല്ലോ. ഓടിയത് നോക്കിയിട്ട് വന്നാലോ. UK. ഈ ഫോർഡ് UK. ഇംഗ്ലണ്ട്. ഓസ്റ്റിൻ 7RM. ഇത് ഇംഗ്ലണ്ട് ആട്ടോ വണ്ടി. ഈ വണ്ടിയുടെ നമുക്ക് നോക്കാം. ഇത് ജർമ്മനി. ഇത് ഇറ്റാലിയൻ മെയ്ഡ് ഫിയറ്റ്. ഇത് ഇറ്റാലിയൻ മെയ്ഡ്. ഇത് ഇറ്റലി. സോറി, ഞാൻ ആദ്യം വണ്ടിയുടെ മെയ്ഡെല്ലാം പറയാൻ മറന്നു കേട്ടോ. ലൊക്കേഷൻ സോറി, ഞാൻ ആദ്യം വണ്ടിയുടെ മാനുഫാക്ചർ ചെയ്ത് പ്ലേസ് പറയാൻ മറന്നു കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകാം. എനിക്കെന്തായാലും കണ്ടിട്ട് ഭ്രാന്ത് തീർന്നു മൊത്തത്തിൽ. മോറിസ് 8 സീരീസ്. ഈ വണ്ടി നമ്മൾ വിശദമായിട്ട് കാണിച്ചു തോന്നുന്നല്ലേ. കുഞ്ഞ വണ്ടി കേട്ടോ. ഇതല്ല നമ്മുടെ മറ്റേ സിനിമയിൽ ഇന്നസെൻറ്റ് മേടിച്ചിട്ടിട്ട് പറവൂർ പോലെ തന്നെ ഓടിച്ചുകൊണ്ട് പോയിട്ട് മരത്തി ഇടിച്ചിട്ട് കരഞ്ഞോണ്ട് ഓടി വരത്തില്ലേ മുതലാളി. ഇത്രയും നാൾ ഈ വഴി കൂടെ വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ ഒരു മരം ഞാൻ കണ്ടിട്ടില്ല. ഇത് ഓസ്റ്റിൻ പഴയ ലോഗോ നോക്കി. ഇത് 14 എഴുതിയിട്ടുണ്ടല്ലോ. 14 എല്ലാം MYB ഒക്കെ കേട്ടോ രജിസ്ട്രേഷൻ. അതെല്ലാം മൈസൂർ രജിസ്ട്രേഷൻ വണ്ടികളാണെന്ന് തോന്നുന്നു. കുഞ്ഞു വൈപ്പറൊക്കെ. ആ വണ്ടിക്ക് സിംഗിൾ വൈപ്പറേ ഉള്ളൂ കേട്ടോ. ഇത് 2 വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെ, ഇതൊരു 1.5 മുതലാണല്ലോ. ഇവൻ ഏതാ സാധനം? ഫ്രീസർ. ഈ വണ്ടി ഡിസ്ക്രിപ്ഷൻ കേട്ടോ. 1947 ഫ്രീസർ F47C5 മാൻഹട്ടൻ. UK വണ്ടി കേട്ടോ. ഫ്രീസർ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേ ഇങ്ങനെ ഒരു കമ്പനിയെ പറ്റി കേട്ടിട്ടില്ല കേട്ടോ. അടിപൊളി ലോഗോ ഒക്കെ നോക്കി. ഇത് UK 3 സ്പീഡ് മാനുവൽ കെയ്സർ. 3707 cc കേട്ടോ വണ്ടി. കിട്ടില്ല പെയിന്റ് കേട്ടോ വണ്ടിയുടെ. വൈറ്റ് വാൾ ടയറൊക്കെ നോക്കി. വാവ്, വണ്ടി മുടിഞ്ഞ ലെങ്ത്തിലും കിടക്കണം കേട്ടോ. എൻ്റെ ദൈവമേ, ഈ വണ്ടിയുടെ ഒരു ലെങ്ത്തും സൈസും നോക്കിക്കേ. ദൈവമേ, നമുക്ക് ഒരാളെ രുചിത്വം ഇങ്ങോട്ട് നിന്നണം. അവനെ നിർത്തി നമുക്ക് ആ വണ്ടിയുടെ സൈസ് നോക്കട്ടെ. പക്ഷെ വണ്ടി ബാക്കിലായതുകൊണ്ട് ശരിക്കും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. ക്യാമറയിലൂടെ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ ലെങ്ത്ത് നോക്കി. ഇത് 1929 മെയ്ഡ് ബ്യൂക്ക് സീരീസ് 50 സൂപ്പർ 8. ജർമ്മൻ മെയ്ഡ് കേട്ടോ സാധനം. ഇത് പറയാനും ഉണ്ട്. ഇവൻ്റെ 8 സിലിണ്ടർ ഇൻലൈൻ OHV 4064 cc എഞ്ചിൻ 144 ഹോഴ്സ് പവർ. ഇത് പ്രസൻറ്റഡ് ബൈ കേട്ടോ. പ്രസൻറ്റഡ് എന്ന് പറയുമ്പോൾ മിസ്റ്റർ MN നായനൂർ ബാംഗ്ലൂർ. ഈ പ്രസൻറ്റഡ് ബൈ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർ വണ്ടി കൊടുത്തേക്കുന്നതാണ്. ഈ വണ്ടിയൊക്കെ പ്രസൻറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത ആളെ എന്താ പറയണ്ടേ, ഞാനങ്ങനെ കൊടുക്കത്തില്ലായിരുന്നു കൊണ്ടാൾ. പക്ഷെ എന്തായാലും കൊള്ളാം, അങ്ങനെ കൊടുത്തോണ്ട് നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതൊരു പെരുത്ത വണ്ടി കേട്ടോ. പെരുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ പെരുത്ത വണ്ടി. ഇതിനകമൊന്നും നമുക്ക് കയറി കാണാൻ പറ്റത്തില്ല അങ്ങോട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം. ബ്രൗൺ ഇൻറ്റീരിയർ ഒക്കെ ആകത്തൊരു. സ്റ്റിയറിങ്ങിൻ്റെ ഒക്കെ സൈസ് നോക്കി. മീറ്റേഴ്സൊക്കെ അവിടെ ഡാഷ്ബോർഡ് താഴെ തന്നെ കാണാം കേട്ടോ. ബെൻസീറ്റ ബാക്കിൽ തന്നെ ബെൻസീറ്റ. പെരുത്ത വണ്ടിയായി പോയി, പെരുത്ത വണ്ടി. ഇതാ BMX 512 സ്കോഡ കേട്ടോ ഫ്രണ്ടിൽ കിടക്കുന്നത്. സ്കോഡ പഴയ ലോകം നോക്കി. സ്കോഡയുടെ പഴയ ലോകം ഉണ്ടോ? ഒന്നുമില്ല, വെറുതെ ആ ഒരു മെറ്റൽ പീസിൽ പ്ലേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സംഭവം. റെഡ് കളറിൽ അടിപൊളി. ഇത് 1937 മെയ്ഡാണ്. സ്കോഡ പോപ്പുലർ 420 റോഡ്സ്റ്റർ. ഓഹോ, ഇത് 4 സിലിണ്ടർ ഇൻലൈൻ സൈഡ് വാൽവ് 1000 cc എഞ്ചിൻ കേട്ടോ. പൊളിച്ചു സാധനം. റോഡ്സ്റ്റർ മോഡൽ പഴയ. വാവ്. അവിടെ നീ കിടക്കുന്നത്
MYW105 ഒപ്പൽ കാഡറ്റ്. ഇത് ജർമ്മൻ മെയ്ഡ് കേട്ടോ, ഒപ്പലാണ്. ഒപ്പലിൻ്റെയും പഴയ ലോഗോ നോക്കി നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മേജർ കമ്പനീസിൻ്റെ എല്ലാം പഴയ ലോഗോകൾ കാണാം കേട്ടോ. അതിൻ്റെ മേളിലായിട്ടൊരു മഞ്ചം വെച്ചിട്ടുണ്ട്, പല്ലക്ക് കുഞ്ഞൻ കാറാണ്, കുഞ്ഞൻ സ്റ്റിയറിങ്ങും. എൻ്റെ അമ്മച്ചി, ഇത് കാറാണോ ലോറിയാണോ എന്തോ ഐറ്റം അല്ലടാ. എൻ്റെ ദൈവം, ഈ ഇത്രയും നമ്മൾ കണ്ടുവന്ന വണ്ടികളിൽ ഈ വണ്ടിയുടെ ഒരു സൈസ് നോക്കി. ഞാൻ ഇതിന് ഇപ്പുറത്ത് കിടക്കുന്ന ഈ വണ്ടിയായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൈസ് മനസ്സിലാവുക. ഇതിനെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു 407 ലോറിയുടെ സൈസ് ഉണ്ട് കേട്ടോ വണ്ടി, ലെങ്ത് കൊണ്ട്. എൻ്റെ അമ്മോ, ഇത് സാധനം ഡെയിംലർ ആട്ടോ. ഡെയിംലർ എന്ന് പറയുമ്പോഴത്തേക്ക് ബെൻസ് ആട്ടോ, അതായത് കാൾ ബെൻസും വിൽഹാം ഡെയിംലർ ഇവർ രണ്ടുപേരോട് ചേർന്നാട്ടോ ബെൻസ്, മെഴ്സിഡീസ് ബെൻസ് ലൈക്ക് ആ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് അതിൻ്റെ ബെൻസിൻ്റെ ആദ്യത്തെ പേര് ഡെയിംലർ ബെൻസ് എന്നായിരുന്നു കേട്ടോ, എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഡെയിംലർ ബെൻസ് എന്നായിരുന്നു. പക്ഷെ ഇത് എനിക്ക് ഒന്നും പറയാനില്ല. അതിൻ്റെ ഹെഡ്ലൈറ്റ് നോക്കി, ഒരു അണ്ടാവിൻ്റെ അത്രയുണ്ട് കേട്ടോ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ സൈസ്. അതിന് താഴെ ഇൻഡിക്കേറ്ററൊക്കെ പ്ലേസ് ചെയ്ത് നോക്കി. എൻ്റെ അമ്മ, ആ മേളിലത്തെ ആൻറ്റിന കാര്യങ്ങൾ, അത് ഇത് ഒരു പെരുത്ത സാധനം. ഇതിൻ്റെ അടുത്തോട്ടൊന്ന് കയറി ചെല്ലാനൊരു വഴിയില്ലല്ലോ, നമുക്കങ്ങനെ കയറി ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതൊക്കെ ഈ മൈസൂരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരുടെയും അങ്ങനെയുള്ള എന്താ പറയുക LIPDസിൻ്റെ ഒക്കെ വണ്ടികളൊന്നുമില്ല. ഗൈസ്, ഇത് ഈ മ്യൂസിയത്തിൻ്റെ വാഷ്റൂമിലോട്ടും ഡ്രിങ്കിങ് റൂമിലോട്ടൊക്കെ പോകുന്ന സൈഡാട്ടോ. ഒരു രക്ഷയിലോട്ട് ഇവർ പണിഞ്ഞേക്കുന്ന പ്രൈവറ്റ് ആയതിൻ്റെ ഗുണങ്ങൾ കാണാനുണ്ട് കേട്ടോ. കൺസ്ട്രക്ഷനിൽ തന്നെ കാണാനുണ്ട്. എനിക്ക് ഒരു നിമിഷത്തിലോട്ട് കയറിയപ്പോഴത്തേക്ക് എൻ്റെ ദുബായ് ജീവിതം ഓർമ്മ വന്നു. നമ്മൾ ദുബൈയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിൽ അത്രയും വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, അടിപൊളി. ടോയ്ലറ്റൊക്കെ അതുപോലെ നീറ്റാണ്, കൊള്ളാം. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം 2 വീലേഴ്സിൻ്റെ സെക്ഷനാണേ. ഇതേ പഴയ നമ്മുടെ ഇത് 50cc കാരണം ഇത് ലൂണല്ലേ, അതേ ലൂണ സൂപ്പർ കേട്ടോ. ഇത് ഏതോ പഴയ വണ്ടി, നമുക്ക് ഇന്ത്യൻ മെയ്ഡ് ആയിരിക്കും അല്ലേ. ഇതെന്താന്ന് കത്തുന്നില്ല, അതിൻ്റെ ഒരു ഷേപ്പ് നോക്കി. ഫ്യൂൽ ടാങ്ക് കേട്ടോ, ഇത് ഫ്യൂൽ ടാങ്കാണ്. ഫ്യൂൽ ടാങ്ക് ഇതേ ഇവിടെ മീറ്റർ, കൊള്ളാം. ഇത് ലൂണ, ഇത് MIT. MIT നമ്മുടെ നാഷണൽ മീൻ വണ്ടി ആയിരുന്നു കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഇത് തന്നെ കേട്ടോ ഉപയോഗിക്കുന്നത്. ബജാജ് 150 കേരളസ് റെഡ്ഡി. ഇത് പ്രസൻറ്റ് ചെയ്ത ആളുടെ പേരാന്ന് തോന്നുന്നു കേട്ടോ. MEQ പഴയ വണ്ടി തന്നെ. ഒരു വല്ലാത്ത ഓർമ്മയുള്ള, ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നൊരു വണ്ടി കേട്ടോ. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ചൊരു പഴയ 2 വീലർ വേണം എന്ന് പറഞ്ഞിട്ട് പോയി മേടിച്ചിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്കിത് വിൽക്കേണ്ടി വന്നു. അതെൻ്റെ ഞാൻ തിരിച്ച് ഓർഡർ തന്നെ കേട്ടോ എടുത്തത്. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമ്പോഴത്തേക്ക് അത് തിരിച്ചെടുക്കണം. ഇത് ബജാജ് സൂപ്പർ, ഇത് നമ്മുടെ കൈനറ്റിക്. ഇത് ലാംബി അല്ലേ, ലാംബ്രട്ടോ. ഇത് ബജാജ് ചെയ്ത CKS രജിസ്ട്രേഷൻ ഉണ്ട്. ഇതെല്ലാം പഴയ വണ്ടികൾ തന്നെ കേട്ടോ. കൈനറ്റിക്കൊക്കെ ഉള്ളൂ രജിസ്ട്രേഷൻ വരുന്നത്, ബാക്കിയെല്ലാം പഴയ രജിസ്ട്രേഷനിലാണ് വണ്ടി വിടുന്നത്. ബജാജ് സൂപ്പർ. ഇതേ ഇരിക്കുന്ന എൻ്റെ വണ്ടി, ഇതായിരുന്നു കേട്ടോ എൻ്റെ വണ്ടി. അയ്യോ, മിസ് ചെയ്യുന്നു. വൈറ്റ് കേട്ടോ. ഇത് പക്ഷേ ഒത്തിരി പഴയ മോഡലാട്ടോ. എൻ്റെ ഇന്ന് 2098 മോഡലോ 2002 98 മോഡലാണ് കണ്ടായിരുന്നു കേട്ടോ. മിസ് ചെയ്യുന്നു പഴയ ലോഗോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാം മെല്ലെ. തിരിച്ചു വാങ്ങണം വണ്ടി, ഞാനത് തിരിച്ചു വാങ്ങും. ഇത് പഴയ ബുള്ളറ്റ് CNK 2529 രജിസ്ട്രേഷനൊക്കെ നോക്കി. എല്ലാം പഴയ രജിസ്ട്രേഷൻ തന്നെ കേട്ടോ. 350 ക്ലാസിക്, അടിപൊളി. ഇതേതാ, രാജ്ദൂത്. പഴയ രാജ്ദൂത് കേട്ടോ ഇരിക്കുന്നത്, അടിപൊളി. ഇത് RX100 അല്ലേ. ഇതേതാ സാധനം, രാജ്ദൂത്. അത് തന്നെ രാജ്ദൂത് തന്നെ, ബ്ലാക്ക് കളറ്. ഇത് ട്രയംഫിൻ്റെ ഏതാ വണ്ടിയാണ്. ഇതെന്താ KLX ട്രയംഫ് 1957 മോഡൽ ട്രയംഫ് ആട്ടോ ഇരിക്കുന്നത്. എഞ്ചിനൊക്കെ നോക്കി, സൈലൻസർ, എക്സോസ്റ്റ് ഒക്കെ പുറത്തോട്ട് പോകുന്നുണ്ടോ. ഇതെന്താ സാധനം, വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് 1950 മോഡൽ. വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. നമ്മുടെ സ്കൂട്ടറിൻ്റെയൊക്കെ ഒരു ആദ്യത്തെ മോഡൽ പോലെ കേട്ടോ. ബൈക്കിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും. എന്നാൽ സ്കൂട്ടർ പോലെയൊക്കെ ഇരിക്കുന്നതാണ്. ഇത് നോക്കി, ആ ഒരു മെയ്ഡ് നോക്കി, മൊത്തത്തിൽ അതിൻ്റെ ഒരു ബോഡി സ്ട്രക്ചർ നോക്ക്. എഞ്ചിനകത്ത് വന്നിട്ട് പുറത്തുകൂടി മെറ്റൽ ഫ്രെയിം, ബോഡി പുറത്തൂടെ പോവാട്ടോ. എന്നിട്ട് ഹാൻഡില് കാര്യങ്ങൾ
സ്കൂട്ടറാണോ ബൈക്കാണോ എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. അമ്മാതിരി മോഡല. ഇതാ വണ്ടി സിട്രോൺ. ഇതേ സിട്രോണിൻ്റെ 1990 ലോഗോ ഉണ്ടോ? അത് കഴിഞ്ഞിട്ട് 1966 2022 കറണ്ട്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഉള്ള വണ്ടിയാണ് കേട്ടോ സിട്രോൺ എന്ന് പറഞ്ഞാൽ. ചിലരുടെയൊക്കെ വിചാരം ഇതിപ്പോൾ ഏതോ ഒരു ചൈനീസ് കമ്പനി ഇപ്പോൾ കയറി വന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മാനുഫാക്ചർഡ് ഇൻ ഫ്രാൻസ് കേട്ടോ. 1947 സിട്രോൺ ട്രാക്ഷൻ 11 CV 4 സിലിണ്ടർ ഇൻലൈൻ 1200 cc എൻജിൻ. അപ്പോൾ ഈ സിട്രോൺ എന്ന് പറഞ്ഞാൽ നല്ല ലെഗസിയുള്ള കമ്പനിയാണ് കേട്ടോ. ഇത് നല്ല അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വണ്ടിയാണ്. ബോണറ്റൊക്കെ ഇങ്ങനെ നീണ്ടിങ്ങി ഫ്രണ്ടിലോട്ട് വന്നേക്കുക. അന്നത്തെ വണ്ടികളുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ടോ, നമ്മളിപ്പോൾ കണ്ട വണ്ടികളും ഈ വണ്ടി എല്ലാം കാണുമ്പോൾ ആ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെയൊക്കെ ടയർ ഉണ്ടോ ഫ്രണ്ടിൽ വന്നിരിക്കുക കേട്ടോ. ബമ്പർ പിന്നെ അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊരു മെറ്റൽ ഫ്രെയിമോ പീസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കത്തേ ഉള്ളൂ. ഹിൽമാൻ മിങ്സ് 1952 UK മെയ്ഡാ കേട്ടോ. വണ്ടിയുടെ ഡിസ്ക്രിപ്ഷൻ, ഈ വണ്ടിയുടെ ഡിസ്ക്രിപ്ഷനാണ്. ഇത് സ്പാർക്ക് ഇഗ്നിഷൻ 4 സ്പീഡ് മാനുവൽ. എഞ്ചിൻ കപ്പാസിറ്റി കൊടുത്തിട്ടില്ലേ. ഹിൽമാൻ കമ്പനിയുടെ ലോഗോ നോക്കി. മോറിസുമായിട്ടൊക്കെ എവിടെയോ ഡിസൈനിൽ ഫ്രണ്ട് കൊണ്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അംബാസഡറുമായിട്ടൊരു രൂപസാദൃശ്യവും, എന്നാൽ ബോണറ്റും ബാക്കി സൈഡ് വൈസ് അങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് മോറിസുമായിട്ട് രൂപസാദൃശ്യവും വരുന്ന രീതിയിലാണ്. ഇത് ഓസ്റ്റിൻ A40. വണ്ടിയുടെ ഡിസ്ക്രിപ്ഷനാണ്. 1952 മെയ്ഡ് UK. B സീരീസ് 4 സിലിണ്ടർ ഇൻലൈൻ 1200 cc കേട്ടോ എൻജിൻ. 42 ഹോഴ്സ് പവർ. ഇങ്ങോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക്, അതായത് 1952 ആ ഒരു സമയത്തേക്ക് നമ്മൾ എത്തിയപ്പോഴത്തേക്ക് ഡിസൈനിൽ വന്നിരിക്കുന്ന മാറ്റം കണ്ടോ. ആ ബോണറ്റിൽ, എന്നാലും ബോണറ്റിൽ ആ ഒരു ഡോൾഫിൻ ഹൗസ് ഷേപ്പ് വരുന്നുണ്ടെങ്കിലും പഴയതുപോലെ നമ്മുടെ ആ വീലാർച്ചിനെ ഒരു സെപ്പറേറ്റ് സ്പേസ് ആയിട്ട് നിർത്താതെ ബോണറ്റിനോട് ചേർത്ത് തന്നെ കൊണ്ടുവന്ന രീതിയിലാണ് വന്നേക്കുന്നത്. ഒരു പെയിൻറ് ചെയ്തേക്കുന്ന അടിപൊളി കേട്ടോ. ഇത് ഹിന്ദുസ്ഥാൻ 14. നമ്മുടെ അംബാസഡർക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ വണ്ടിയായിരുന്നു കേട്ടോ. 1952 മോഡൽ ആ ലോഗോ അടിപൊളി സാധനം കേട്ടോ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. 1952 ഹിന്ദുസ്ഥാൻ 14 മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ഓഫ് കോഴ്സ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഇന്ത്യൻ കമ്പനിയാണല്ലോ. ഇതിന്റെ എഞ്ചിൻ വരുന്നത് മോറിസ് VS15M 4 സിലിണ്ടർ ഇൻലൈൻ മോറിസിന്റെ എഞ്ചിൻ കേട്ടോ. 1500 cc 4 സിലിണ്ടർ എഞ്ചിൻ. ലാൻഡ് മാസ്റ്റർ. അതെ 1955 ഡിസ്ക്രിപ്ഷൻ വായിക്കട്ടെ. 1955 ഹിന്ദുസ്ഥാൻ ലാൻഡ് മാസ്റ്റർ മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. സ്പാർക്ക് ഇഗ്നിഷൻ 4 സ്ട്രോക്ക് ട്രാൻസ്മിഷൻ 4 സ്പീഡ് മാനുവൽ. 112 m/h 70 km/h ഒക്കെ ആയിരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. ലാൻഡ് മാസ്റ്റർ ബമ്പറും ഗ്രില്ലും ഒക്കെ നോക്കി. ലാൻഡ് മാസ്റ്ററിൻ്റെ എടുപ്പുവിൻ്റെ ബമ്പറും ഗ്രില്ലും ഒക്കെ കേട്ടോ. ഇതിന് കൊടുത്തേക്കുന്ന കളർ അടിപൊളി. ഇത് ഗ്രേഡ് ഏതോ ഷെയ്ഡാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഈ വാം ലൈറ്റിംഗ് ആയതുകൊണ്ട് കറക്റ്റ് കളർ അറിയുന്നില്ല. സൈഡിൽ നിന്ന് ആ ഒരു സിൽവർ ഡിസൈൻ എലമെൻ്റ് ഒക്കെ ഇങ്ങനെ പോയിക്കാൻ നോക്കി. അത് ബാക്കിലോട്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഫ്രണ്ട് ഡോർ കൊണ്ട് തീരുവാണ്. അടിപൊളി. ഗൈസ് മാർക്ക് ടു യെസ്. നമ്മുടെ ഫോട്ടോഷൂട്ട് നടക്കുവാണേ, അതുകൊണ്ട് ഇങ്ങോട്ട് വണ്ടിയുടെ അടുത്തോട്ട് നമുക്കിപ്പോൾ പോവാം. യെസ് 1961 ഹിന്ദുസ്ഥാൻ അംബാസഡർ മാർക്ക് 2 മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. BMC എഞ്ചിൻ കേട്ടോ. B സീരീസ് 4 സിലിണ്ടർ ഇൻലൈൻ OHP 1489 cc. അടിപൊളി അംബാസഡർ. അപ്പോഴത്തേക്ക് ഇതാ അവിടെ ആ എഴുത്തും കാര്യങ്ങളെല്ലാം വന്നു കേട്ടോ. കിട്ടില്ല. നല്ല ബ്ലാക്ക് കളറിൽ പെയിൻറ് ചെയ്തിട്ടൊക്കെ കേട്ടോ വണ്ടി. സൈസ് സാധനം കേട്ടോ. നല്ല മണ്ടൻ ഒരു ഐറ്റമാണ്. കൊള്ളാം. ബ്ലാക്ക് കളറിൽ ഭയങ്കര ഒരു മജസ്റ്റിക് ലുക്ക് സാധനത്തിന്. ഇത് നമ്മൾ കണ്ട് ഏകദേശം ഇങ്ങനെ എത്തി കേട്ടോ. ഇതിങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുവന്നവരെല്ലാം അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഏത് ഐറ്റം ഇത്? ഷെബ്രോലെയാണ് ഉറപ്പാ. ഷെബ്രോലെ ബെല്ലെയർ. യെസ്. ഈ വണ്ടി നിനക്ക് എവിടെയെങ്കിലും കണ്ടുവരിച്ചിട്ടുണ്ടോടാ? 1955 ഷെവ്രോലെ ബെല്ലെയർ അമേരിക്കൻ മെയ്ഡ് ആട്ടോ വണ്ടി. GM ഷെവ്രോലെ 235 6 സിലിണ്ടർ ഇൻലൈൻ 3859 cc എഞ്ചിൻ. ഇത് പ്രസന്റ് കേട്ടോ. ലക്ഷ്മൺ ഷാ ഗഡ. ഇതിൻ്റെ പെയിൻറ്റിങ് അടിപൊളി കേട്ടോ. ഇതൊരു ക്യാൻഡി ഗ്രീൻ ആണോ? ക്യാൻഡി ഗ്രീൻ ആട്ടോ, പക്ഷേ ക്യാമറയിൽ കാണുമ്പോഴത്തേക്ക് അത് ബ്ലൂ ആവുക. ഇത് ശരിക്കും ഗ്രീൻ ആട്ടോ. ഇത് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ ബ്ലൂ കളറുള്ള ക്യാമറയിൽ കാണുന്നത്, പക്ഷേ ഇത് ഗ്രീൻ ആട്ടോ അവർ കൊടുത്തേക്കുന്നത്. ലൈക്ക് പെയിൻറ്റ് ചെയ്തേക്കുന്നത് ഒരു പേരുത്തൈറ്റം. നമ്മൾ റോഡ് ട്രിപ്പ് മൂവീസിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതിൻ്റെ കട്ട് ചെയ്ത് ലൈക്ക് ടോപ്പ് കട്ട് ചെയ്ത വണ്ടികളൊക്കെയാണ് സോങ്സിനകത്ത്. ഞാൻ 2-3 ബോളിവുഡ് സോങ്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദോസ്താനൊക്കെ ആ പാട്ടിൽ
അഭിഷേക് ബച്ചൻ വരുന്ന വണ്ടി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടോപ്പ് കട്ട് ചെയ്ത മോഡൽ പെരുത്ത സാധനം ഉണ്ടോ, ഒരു 407 വണ്ടിയൊക്കെ മോഡൽ ലെങ്ത്തിൽ ഇങ്ങനെ കിടക്കുക വണ്ടി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് 1955 സ്റ്റുഡി ബേക്കർ ചാമ്പ്യൻ റിഗൽ കൊൻസ്റ്റോഗ സ്റ്റേഷൻ വാഗൺ. ഓക്കെ, മാനുഫാക്ചർഡ് ഇൻ അമേരിക്ക. വിക്ടറി 6 സിലിണ്ടർ ഇൻലൈൻ എൽ ഹെഡ് OHV 3041 cc. ഓ, സ്റ്റേഷൻ വാഗൺ. ഓക്കെ, പഴയ സ്റ്റേഷൻ വാഗൺ കണ്ടോ, 1955 മോഡൽ ആട്ടോ സാധനം. ഫ്രണ്ട് വിൻഷീൽഡൊക്കെ ഇങ്ങനെ കേവായി. സ്പ്ലിറ്റ് സീറ്റ് ആട്ടോ ഫ്രണ്ടിൽ. സെക്കൻഡ് റൗണ്ട്, ബാക്കിൽ സീറ്റില്ല. വൈറ്റ് ബോൾ ടയർ കാര്യങ്ങൾ കിട്ടിലൊരു ഡിസൈനാണ് വണ്ടി. ഞാനൊരു വിൻറ്റേജ് മോഡൽ സ്റ്റേഷൻ വാഗൺ ആദ്യമായിട്ട് കാണും കേട്ടോ. ഗ്രില്ലിൽ ആ മെറ്റൽ പ്ലേറ്റിൽ ഇങ്ങനെ പഞ്ച് ചെയ്തേക്കുന്നതാണ് കേട്ടോ സ്റ്റുഡി ബേക്കറിന്. മറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മെറ്റൽ ഡിസൈൻ എലമെൻറ്റ് നോക്കി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ. ഈ സൈഡിൽ നിന്നും എല്ലാം ആ ഒരു ലൈൻ പോകുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഗ്രില്ലിലോട്ടായി. ഒരു മാരക സാധനം കേട്ടോ. പ്യൂഷോ 1960 പ്യൂഷോ 404 ബെർലിൻ ഗ്രാൻഡ് ടൂറിസ്മേ. ഓക്കെ, ഫ്രാൻസ് ആട്ടോ, മാനുഫാക്ചർഡ് ഇൻ ഫ്രാൻസ് ആട്ടോ. പ്യൂഷോ XC സീരീസ് 4 സിലിണ്ടർ ഇൻലൈൻ OHV 1618 cc 4 സ്പീഡ് മാനുവൽ. ഇതിൻ്റെ കളർ നല്ല രസമുണ്ട്. പക്ഷേ ഈ ക്യാമറ കാണുന്ന കളറല്ല കേട്ടോ വണ്ടിക്ക്. ഇതെന്താണ് നമ്മളിപ്പോൾ കാണുന്ന കളർ ഏതാടാ? നീ ഇപ്പോൾ കാണുന്ന കളർ ഏതാ? ഉജാലയൊക്കെ കലക്കുമ്പോൾ വരുന്നൊരു കളർ പോലല്ലേ കാണുന്നത്. പക്ഷെ നീ ക്യാമറയ്ക്കകത്ത് നോക്കി, ഇപ്പം എന്ത് കളർ? ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡായില്ലേ? അതുപോലെ നീ ഇങ്ങോട്ടോ വേറൊരു സംഭവം കാണിച്ചുതരാം. ഓടിയോ. ഓ, കറണ്ട് പോയാ. ജനറേറ്റർ ഓൺ ചെയ്യ. ആ, ഇതാട്ടോ വണ്ടിയുടെ ഒറിജിനൽ കളർ. ഇപ്പം കറക്റ്റായിട്ട് കാണാം. വാം ലൈറ്റ് പോയപ്പോഴത്തേക്ക് കറക്റ്റ് കാണാം. നേരത്തെ നമ്മൾ ക്യാമറയ്ക്കകത്ത് കണ്ടുവരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡല്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇതാണ് കേട്ടോ ഒരു കാൻഡി ഗ്രീൻ ഷെയ്ഡ്. ഇവിടെയും താഴോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും താപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇനിയുണ്ട് കേട്ടോ. അതേ പഴയ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അങ്ങോട്ടുണ്ട്. നമുക്ക് ചെല്ലാം. ഓരോന്ന് കണ്ട് വിശദമായി ഇറങ്ങി ചെല്ലാം. അവിടെ ഇങ്ങനെ ഇപ്പം കണ്ടോ കളർ മാറിയതുകൊണ്ട്. ഇങ്ങനെ നീ കാണുന്ന ഷെയ്ഡ് ഇതേതാ കളർ? ഇപ്പം ഇതേതാ കളർ? ഗ്രീൻ, കാൻഡി ഗ്രീൻ അല്ലേ? ഇപ്പം ക്യാമറ കാണുമ്പോഴോ ബ്ലൂ. ഇതാട്ടോ സംഭവം. അത് ഈ വാം ലൈറ്റിങ് കൊടുത്തേക്കുന്നുണ്ടോ? ഈ വാം ടോൺ വരുമ്പോഴത്തേക്ക് കളേഴ്സ് മാറുന്നതുകൊണ്ടാണ്. ഷെവ്രോലെ ഇമ്പാലയുടെ സെക്ഷൻ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ, സാധനം ഇല്ലല്ലോ. ഞാൻ ഇത് കാണാൻ കൊതിച്ചിരുന്നൊരു സാധനം കേട്ടോ. ഇമ്പാല ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ഇല്ല, ഐറ്റം ഇല്ല ഇവിടെ. മെയിൻ്റനൻസിനോ കാര്യങ്ങൾക്കോ എന്തിനേലൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരിക്കും. ഈ പഴയ പ്രൊജക്ടർ ഇതേതാ സാധനം? ഹിൽമാൻ 100 1967 ആണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. 1967 ഹിൽമാൻ 100 UK വണ്ടിയാണ്. സ്പാർക്ക് ഇഗ്നിഷൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്പീഡ് മാനുവൽ. ഓഹോ, അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു 1970 67 ആയല്ലോ. ആ ഒരു ഡിസൈനിലോട്ടൊക്കെ എത്തി കേട്ടോ. ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ 2 സൈഡിലായിട്ട് ഹെഡ്ലാമ്പ് ഭാഗത്ത് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഹിൽമാൻ്റെ ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ. വണ്ടി എത്ര പേർക്ക് ഇരിക്കാൻ നോക്കിയ സ്ഥലം നോക്കി. അതിനകത്ത് GDL ഇതാണ് ഐറ്റം. ഒപ്പൽ റെക്കോർഡ് സീരീസ് B. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ 1965 മെയ്ഡാണ്, ജർമ്മൻ മെയ്ഡാണ്. സ്പാർക്ക് ഇഗ്നിഷൻ, 4 സ്ട്രോക്ക്, 1500 cc വണ്ടി കേട്ടോ. കളർ കൊള്ളാം കേട്ടോ, നീറ്റായിട്ട് പോയിരിക്കുന്നത്. അടിപൊളി ലെങ്ത്ത് നോക്കിയ വണ്ടിയുടെ പട്ടാര ലെങ്ത്തിൽ സാധനം കിടക്കുകയാണ് കേട്ടോ. ഇൻറ്റീരിയറൊക്കെ ടാൻ കളറിൽ ചെയ്തേക്കുന്നു. കൊള്ളാം. ഇത് സ്റ്റുഡി ബേക്കർ ചാമ്പ്യൻ നൈസാണല്ലോ. ഇത് 1947 മെയ്ഡ് കേട്ടോ. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്. ഇത് അമേരിക്കൻ മെയ്ഡ് കേട്ടോ വണ്ടി. 6 സിലിണ്ടർ ഇൻലൈൻ എൽ ഹെഡ് 2786 cc. ചില വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടോപ്പ് സ്പീഡ് കേട്ടോ, 145 km/h കയറുമായിരുന്നു ഈ വണ്ടി. ഇതിൻ്റെ ഡോർ നമ്മുടെ റോൾസ് റോയ്സിൻ്റെ കണക്ക് 2 സൈഡിലേക്ക് തുറക്കുന്ന കേട്ടോ. ഈ ഒരു ഡിസൈനെ പറയുന്നത് കോച്ച് ഡോർസ് എന്നാണ് കേട്ടോ. കോച്ച് ഡോർസ് അതോട്ടെ ഈ കാരണം വന്നേക്കുന്നത്. GIZ 69 ഗാസ് 69 എന്നായിരിക്കും മേ ബി. റഷ്യനാണ്, അപ്പം അങ്ങനെ വായിക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. റഷ്യൻ സാധനം കേട്ടോ. GIZ എന്ന് നമുക്ക് തൽക്കാലം വായിക്കാം. M20S 4 സിലിണ്ടർ ഇൻലൈൻ അലൂമിനിയം അലോയി ഹെഡ് സൈഡ് ബാർ 2120 cc റഷ്യൻ മെയ്ഡ് കേട്ടോ സാധനം. ഇതിൻ്റെ ഫ്രണ്ടിൽ
ലോഗോ നോക്കിയ എന്തോ റഷ്യൻ ലെറ്ററിങ് കേട്ടോ എഴുതിയേക്കുന്നത്. ജീപ്പിൻ്റെ ഒക്കെ ഒരു കാരണവർ എന്ന് പറയാൻ കേട്ടോ, ആ ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് വരുന്നത് വണ്ടിക്ക്. സ്പ്ലിറ്റ് സീറ്റ്, ലെഫ്റ്റ് സൈഡ് കേട്ടോ വണ്ടി. ഓക്കെ, ഇത് നമുക്ക് കുറച്ച് ഇന്റീരിയർ ഇതിൻ്റെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. നമ്മളങ്ങനെ ഈ ഒരു സെക്ഷനിൽ കാഴ്സിൻ്റെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇവിടെ മൊത്തം ലൈറ്റിംഗ് ഒരു വാം ടോണാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, കുറച്ചൊരു ഗ്ലൂമി ഷെയ്ഡാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം നമ്മൾ വൈഡ് ലെൻസ് ഇടുമ്പോഴത്തേക്ക് ഗ്രെയിൻസ് ആവുന്നുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യുക. വണ്ടികളെല്ലാം കാണിക്കാൻ ഇത് മാർഗം. നമ്മളിത് കാഴ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അവിടെ നിന്ന് ഇതേ ഇങ്ങനെ ഇറങ്ങി ഇതിങ്ങനെ പോട്ട് സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകാൻ കേട്ടോ. അത് എങ്ങനെ ഉണ്ടോ എനിക്ക് ബോറടിച്ചു? വിത്ത് ബോറടിച്ച് പണ്ടാൻ തുടങ്ങി നടക്കുന്നുണ്ട്. അവന് കണ്ടിട്ടൊരു ത്രില്ലിങ് ഉണ്ടാവുന്നില്ല. ഓ എൻ്റെ പൊന്നേ, ജാഗ്വാർ അല്ലേ? ഓ, കാണിച്ചു തരാം, വിശദമായി കാണിച്ചു തരാം. ഇറങ്ങി നിന്നപ്പോഴേ ത്രില്ലിങ് ആണല്ലോ. ഓഹോ ഹോ ഹോ, ഇതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടായിരുന്നെങ്കിൽ. ഇത് നോക്കി. ഓ, ഈ ഫ്ലോർ ഇങ്ങനെ ഇടപെടണം കേട്ടോ. ഇവിടെ അത്യാവശ്യം വണ്ടികളുണ്ട്. നമുക്ക് ഓരോന്നുണ്ട്. പ്രിയ അപ്പൊക്കെ ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വണ്ടി, പക്ഷേ ഞാനിത് ആദ്യമായിട്ട് കാണും കേട്ടോ. ഇതാണ് പ്രിയ. കുഞ്ഞ് ടയറാട്ടോ, കുഞ്ഞ് ടയർ, വൈറ്റ് ബോൾ ടയർ. എവിടേക്കോ ചേവക്കിനെയൊക്കെ റിസംബ്ലൻസ് ചെയ്യുന്നൊരു ഡിസൈൻ ഉണ്ട്. ബജാജിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയത്തില്ല, ഞാൻ ഈ പേര് കേട്ടിട്ടേ ഉള്ളൂ. ബജാജ് 150. ഇതേതാ ടൂ വീലർന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വണ്ടിയിൽ ഒന്നും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടുമില്ല. ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കി, സ്ക്വയർ ഷേപ്പ് ബാക്കിൽ നോക്കി. ആ ബാക്ക് ബോഡി അത്രയും കൊണ്ട് എന്നിട്ട് സ്ക്വയർ ഷേപ്പിൽ കൊള്ളാം, ഒരു വെറൈറ്റി ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് വീണ്ടും കാഴ്സിൻ്റെ സെക്ഷൻ തുടങ്ങുകയാണ്. ഇതിലാദ്യം ഒരു ബഗ്ഗി പോലൊരു വണ്ടി കിടപ്പുണ്ട്. ഇതേതാണെന്ന് നോക്കി നോക്കട്ടെ. സ്റ്റെയർ പച്ച് ഹാഫ്ലിംഗർ, ഓസ്ട്രിയ. ഓക്കെ, ഇത് ഓസ്ട്രിയൻ മെയ്ഡ് ആട്ടോ, 1967 മോഡൽ. ഇതാണ് കേട്ടോ ഐറ്റം. സ്റ്റെയർ പച്ച് ഹാഫ്ലിംഗർ, ഓസ്ട്രിയൻ മെയ്ഡാണ്. പവേർഡ് ബൈ 643cc ഫ്ലാറ്റ് ട്വിൻ എയർ കൂൾഡ് എഞ്ചിൻ. ഓക്കെ, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ. ഇത് ശരിക്കും ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഒരു ബഗ്ഗി പോലെ ഇരിക്കുന്നുണ്ട്, നമ്മൾ ഈ സഫാരിക്കൊക്കെ കൊണ്ടുവന്നൊരു വണ്ടി പോലെ. അതിൻ്റെ ഇരിക്കുന്നു, അവിടെ ഇരുന്നിട്ട് കുഴിക്കകത്തോട്ട് ഇടുക കേട്ടോ. അതേ ഫ്രണ്ടിൽ അതുപോലെ തന്നെയാണ്. സീറ്റിലിരുന്നിട്ട് ഈ ആ ഒരു കുഴിഞ്ഞ പോർഷനിലോട്ട് കാലിടുക. ഓസ്ട്രിയൻ മെയ്ഡാണ് സാധനം. ഫിയറ്റ് അപ്പോൾ 1100 എലഗൻറ്റ്, 1100. ഇറ്റാലിയൻ മെയ്ഡ് ആട്ടോ വണ്ടി. ഇറ്റാലിയൻ മെയ്ഡ് 4 സിലിണ്ടർ, 1089cc. 1000cc എന്ന് പറയാൻ നോക്കി. അതിൻ്റെ ഒരു പെയിൻറ് വർക്ക് നൈസ് ആയിട്ടുണ്ട് കേട്ടോ. ഇതും ഫിയറ്റ് ആട്ടോ. എനിക്ക് ഈ ഒരു സെക്ഷനിലെല്ലാം ഫിയറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് 1964 ഫിയറ്റ് 1100 സൂപ്പർ സെലക്ട്. ഇത് തന്നെയല്ലേ അതും? ഇത് ഫിയറ്റ് 1100 എലഗൻറ്റ്, ഇത് 1100 സൂപ്പർ സെലക്ട്. ഇതാ എത്തി നമ്മുടെ ധർമ്മേന്ദ്രയും മണവാളനും ബോംബെയിൽ നിന്ന് തിരിച്ച വണ്ടി. ഫിയറ്റ് ഡിലൈറ്റ് പ്രീമിയർ പത്മിനി, നമ്മുടെ സ്വന്തം. ഇത് പക്ഷേ മാനുഫാക്ചർഡ് ഇൻ ഇറ്റലി കേട്ടോ വണ്ടി. ഓക്കെ, 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ, 1089cc. ഇത് കാണുമ്പോൾ എനിക്ക് പുലിവാൽ കല്യാണ സിനിമയായിട്ട് ഓർമ്മ വരുന്നത്. നമ്മുടെ ധർമ്മേന്ദ്രയും മണവാളനും മുംബൈയിൽ ഓടിക്കൊണ്ടുവന്ന വണ്ടി. മീറ്ററൊക്കെ കൊടുത്തേക്ക് നോക്കി. ടാക്സി ഓഫ്. ഇത് നമ്മുടെ 2000 മോഡൽ അംബാസഡർ ആട്ടോ കിടക്കുന്നത്. മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. OHV Mark 4. ഓ, 2000 മോഡൽ അംബാസഡറിൻ്റെ അടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഓക്കെ നിസാൻ. ബട്ട് ഡിസ്ക്രിപ്ഷനിൽ വരുമ്പോഴത്തേക്ക് ഡാറ്റ്സൺ ബ്ലൂ ബേർഡ് 1.8 GL. ഫ്രണ്ട് ബമ്പറിലും ഗ്രില്ലിലും ഡാറ്റ്സൺ. ശരിക്കും നിസാൻ എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ഡാറ്റ്സൺ. സോ ബോത്ത് ആർ സെയിം കമ്പനീസ് എന്ന് നമുക്ക് പറയാം. അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് നോക്കി, നമ്മുടെ ST ഒക്കെ ഒന്ന് ചെറുതായതുപോലത്തെ. പക്ഷെ വലിയ വണ്ടി കേട്ടോ, കാണുന്ന പോലെയല്ല, മുട്ടം വണ്ടിയാണ്. ഏറ്റവും കൊള്ളാലോ വില്ലീസ്. ആഹാ, ഇതാണല്ലേ വില്ലീസിൻ്റെ ട്രക്ക്. ഓക്കെ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ട് അടുത്ത് കാണും കേട്ടോ സാധനം. വില്ലീസിൻ്റെ ട്രക്ക് കേട്ടോ സാധനം. ഓ, പെരുത്തൊരു സാധനമാണല്ലോ ഇത്. 1958 മെയ്ഡാണ്, അമേരിക്കൻ മെയ്ഡാണ്. ഓഫ്കോഴ്സ് വില്ലീസ്. 4 സിലിണ്ടർ ഇൻലൈൻ, 2199cc. ഓക്കെ, വണ്ടി നോക്കി. ഓഫ്, ഒരാളെ ലുക്കുണ്ട് കേട്ടോ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക്. ഒരു ഹ്യൂമൻ ഫേസ് പോലെ എവിടേക്ക് ഒരു റിസംബ്ലൻസ് ചെയ്യുന്നത്. ടയറൊക്കെ നോക്കി നല്ല സൈസിൽ ഇങ്ങനെ നടക്കുന്നത്. ഇതാണ് വില്ലീസിൻ്റെ ട്രക്ക്. കൊള്ളാം. അടുത്ത് അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇവനേതാ? ആഹാ, ഓക്കെ, തെലുങ്കിലൊക്കെ എഴുതി. ഇതെന്ന് പറയുന്നത് ഫോർഡിൻ്റെ ട്രക്കാട്ടോ. 1948 മോഡൽ ഫോർഡ് ട്രക്ക് V8 അമേരിക്ക. ഓക്കെ, V8 ബാരൽ കാർബറേറ്റർ.
6 ഫ്രണ്ട് ഗിയർ, ഒരു റിവേഴ്സ് ഗിയർ. ഇതൊരു പെനത്തൈറ്റ് കേട്ടോ. ഇത് അവിടെ നിന്ന് നീണ്ടിരിക്കും കേട്ടോ ബോണറ്റ്. ഫോർഡിൻ്റെ ലോഗോ ഒക്കെ ആ മെറ്റലിൽ തന്നെ പഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ. ആ V8 എന്നുള്ള സംഭവം കൊടുത്തിരിക്കുന്നുണ്ടോ, ഇങ്ങനൊരു ഇത് കൊടുത്തിട്ട് മെറ്റൽ പീസിൽ കൊടുത്തിട്ട് 8ഉം അത് കൊള്ളാം. ആ ഗ്രില്ലിൻ്റെ ഒരു ഡിസൈനിങ് നോക്കി. ഇതിനകത്ത് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഹെഡ്ലൈറ്റ്, ബമ്പർ, പെയിൻറ്റ് അടിപൊളി കേട്ടോ. കീച്ചൺ ട്രക്കാ കേട്ടോ, കിണ്ണൻ ട്രക്കാ. അന്നത്തെ പഴയ ട്രക്കിനകത്തൊക്കെ ഇരിക്കുന്നതൊക്കെ നോക്കി, സീറ്റിംഗ് ഒക്കെ ഇങ്ങനെ നോക്കി, കുത്തനെ വെർട്ടിക്കലായിട്ട്. സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ടോ, കമ്പിയൊക്കെ പിടിച്ച് കയറി പോകുന്ന പോലെ. ഇത് പെരുത്ത് റേറ്റോ, അതിനേക്കാട്ടിലും മുട്ടണ റേറ്റും ദേ കിടക്കുന്നു. ഇവനേതാ, ടാറ്റ. ഓക്കെ, ഇത് ടാറ്റ കേട്ടോ, 1973 മോഡൽ ടാറ്റ 1210D, 1613 എന്നൊക്കെ പറയുന്ന പോലെ 1210. ഇന്ത്യൻ മെയ്ഡ് 6 സിലിണ്ടർ ഡീസൽ 4.6 ലിറ്റർ. ഓക്കെ, 5 സ്പീഡ് മാനുവൽ ഗിയർ. ടാറ്റയുടെ ഐക്കോണിക് ലോഗോ ഒക്കെ, പഴയ ലോഗോ. പെരത്ത സാധനം കേട്ടോ ഇത്. ഭയങ്കര വീതിക്ക് ഇരിക്കുകയാണ് വണ്ടി. നമ്മൾ ഈ കാണുന്നതൊക്കെയല്ല കേട്ടോ, നല്ല വീതി കേട്ടോ വണ്ടിക്ക്. ഇത്രയും വീലാർച്ച് കേട്ടോ 2 സൈഡിൽ. അതിൻ്റെ നടുക്കായിട്ട് ഇത് ഇങ്ങനെ ബോണറ്റും കാര്യങ്ങളൊക്കെ വരുന്നു, മേപ്പോട്ട് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ. ടാറ്റയുടെ ലോഗോ ഒക്കെ നോക്കി. മിറർ നോക്കി, റിയർ വ്യൂ മിറർ, പഴയ മിറർ ഉണ്ടോ. സീറ്റൊക്കെ നോക്കിയാൽ സോഫ്റ്റ് അടിച്ചിരിക്കുന്ന പോലെ വെർട്ടിക്കലായിട്ട്. ക്യാബിനകത്തൊക്കെ വുഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആണ്. എൻ്റെ അമ്മോ, ഇതെന്തുവാടാ ഇത്. ജിത്തു നീ എൻ്റെ ഫ്രണ്ടിലോട്ട് നിന്നടാ. ഇത് നോക്കി, ഇവൻ അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് ആലോചിച്ച് നോക്കി. ഇത് ഫ്രണ്ടിൽ നിന്നുള്ള ഹൈറ്റ് മാത്രമല്ല കേട്ടോ, അതേ ബാക്കിലോട്ട് വണ്ടിയുടെ ലെങ്ത് പോയിരിക്കുന്നത് നോക്കി. ടയറിൻ്റെ സൈസ് ഉണ്ടോ. എൻ്റെ ഒരു ടയർ വാങ്ങിക്കണമെങ്കിൽ തന്നെ ആവുമല്ലോ ലക്ഷങ്ങൾ. ഇത് ലൈക്ക് റഷ്യനോ എന്തെങ്കിലും ആണോ. ക്രാസ് 260 മിലിറ്ററി ട്രക്ക്. ഓക്കെ, 1981 ആട്ടോ. സോവിയറ്റ് യൂണിയൻ. ഓക്കെ, സോവിയറ്റ് യൂണിയൻ്റെ ട്രക്ക് കേട്ടോ സാധനം. ഇതൊക്കെ എങ്ങനെ കൊണ്ടുവന്നതാണ്. എന്തോ ഹൈറ്റില്ല ഇത്. മേളിൽ ഒരു JCB യെക്കാട്ടിലും ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു സാധനത്തിന് കണ്ടിട്ട്. 14.9 ലിറ്റർ 8 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ കേട്ടോ. 8 ഫോർവേഡും 2 റിവേഴ്സ് ഗിയറും ഉണ്ട് സാധനത്തിന്. ഗിയർ ബ്രേക്ക്. ടോപ്പ് സ്പീഡ് 80 km/h. 80 km ടോപ്പ് സ്പീഡിലേക്ക് ഇത് കയറും കേട്ടോ. ഇത്രയും ഹെവി ഒരു സാധനം. ഇതൊക്കെ വന്ന് കൊളാപ്സ് ആയാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. ലെറ്ററിങ്ങും കാര്യമൊക്കെ കണ്ടപ്പോഴത്തേക്ക് തോന്നി എന്തോ ഇങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. എൻ്റെ അമ്മേ, ഇതിൻ്റെ സൈഡിലോട്ട് വന്ന് നോക്കട്ടെ. ലെങ്ത്ത് നോക്കി, ആ ഹൈറ്റ് നോക്കി, ഈ ഒരു ഫ്ലോറിൽ വണ്ടി കിടക്കുന്ന ഹൈറ്റ് നോക്കി. ടയറാണ് കേട്ടോ, ഒന്നും പറയാനുള്ളത്. ഇത് നോക്കി, ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് ടയർ നോക്കി. ഈ സൈഡ് 2, മൊത്തത്തിൽ 6 ടയർ. എല്ലാം കിരുത്ത ടയർ. JCB കിടുന്ന ടയറിൻ്റെ അത്രയുണ്ട് ഇതിൻ്റെ സൈസ്. സ്റ്റെപ്പിനെയൊക്കെ അവിടെ മേളിൽ വെച്ചിട്ടുണ്ട്. എന്ത് പറയണ്ട, ബുമ്മനൊരു സാധനം. ബുമ്മൻ എന്ന് പറഞ്ഞാൽ ബുമ്മനായിട്ടും. ബാക്കിൽ നിന്ന് നോക്കി നോക്കട്ടെ. ഇത് എവിടെ നോക്കിയാലും സൈസ് കേട്ടോ വണ്ടി. എൻ്റെ ദൈവമേ, നമ്മുടെ ഒരു ടോറസിനുള്ളിൽ കേട്ടോ ബാക്ക് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും. ഇവിടെ ഒരു വണ്ടി ഇരുന്ന് കറങ്ങുന്നുണ്ട്. ഇതാരാ നോക്കട്ടെ. ഇത് നോക്കി, നമ്മുടെ ചൂരൽ കസേര പോലത്തെ മറ്റേ മെടഞ്ഞെടുക്കത്തില്ല പ്ലാസ്റ്റിക്കിൻ്റെ, അതുപോലത്തെ ഒരു ഡിസൈൻ്റെ. വുഡാണല്ലോ ബോഡി. അവനിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ ആ പടം കറങ്ങുന്നൊരു കാർ ഇത് കേട്ടോ. കൊള്ളാലോ. ഇത് മോറിസ് വുഡി. ഓക്കെ, 1934 മെയ്ഡാണ് കേട്ടോ. പേര് എനിക്ക് ആ ബോഡി കണ്ടപ്പോഴേ തോന്നി വുഡിൻ്റെ എന്തോ സംഭവമാണ്. ആ പേര് പോലെ തന്നെ കേട്ടോ. പക്ഷേ പേരും അതുപോലെ തന്നെയാണ് കേട്ടോ, മോറിസ് വുഡി 15.6. ഓക്കെ, അവൻ കറങ്ങി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. ബോണറ്റും ബാക്കി ഈ താഴത്തെ പാട്ടെല്ലാം മെറ്റലും, ബോഡി വന്നേക്കുന്നത് വുഡും കേട്ടോ. അടുത്തത് ഇവിടെ വില്ലീസ്. യെസ്, ഓഫ് കോഴ്സ് വില്ലീസ് കേട്ടോ. കിടിലം, അടിപൊളി. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് AX100, ഇന്ത്യ സുസുക്കി AX100. യെസ്, എൻ്റെ മോനെ, ഇതായിരിക്കുന്ന സാധനം. CD100 ഇരിപ്പുണ്ട്. ഈ CD100ന് CKK 6852. ജപ്പാൻ ഇമ്പോർട്ടാണോ എന്ന് ഡൗട്ടുണ്ട് കേട്ടോ വണ്ടി. ഈ CD100. ഇത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് എൻഫീൽഡിൻ്റെ കേട്ടോ. അടിപൊളി.
ഇതിനെക്കുറിച്ച് നമുക്കൊരു അറിവില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഇരിക്കുന്ന വണ്ടിയൊക്കെ. AX100 കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ സാധനം. CB100 ഇത് സാധാ അല്ലെന്നാണ് എനിക്ക് തോന്നിയത്. ജപ്പാൻ ഇമ്പോർട്ടാണെന്ന് നല്ല ഡൗട്ടുണ്ട് കേട്ടോ. ഇത് ഏതോ ഒരു ട്രക്ക് കിടപ്പുണ്ട് കേട്ടോ. പവർ വാഗൺ ലെങ്ത് നോക്കി. ഇതിൻ്റെയൊക്കെ കാണുമ്പോഴത്തേക്കൊരു എന്താ പറയുന്നത്, ഒരു പേടിപ്പെടുത്തുന്ന ഡിസൈനും ഉണ്ടോ. ഡോഡ്ജ് പവർ വാഗൺ, ഡോഡ്ജിൻ്റെ വണ്ടി കേട്ടോ. പവർ വാഗൺ മെയ്ഡ് ഇൻ USA 1946 മെയ്ഡ് കേട്ടോ. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 6 സിലിണ്ടർ ഇൻലൈൻ എൽഹെഡ് 3769cc എൻജിൻ. ഓ, പവർ വാഗൺ അടിപൊളി. ഫുഡ് സ്റ്റെപ്പൊക്കെ നോക്കി. ഇവിടുന്ന് ചവിട്ടി ഡോറ് തുറന്നു. അവിടെ തന്നെ ഒരാൾക്ക് കിടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. വീലാർച്ചൊക്കെ നോക്കി. ഓ, ഫ്ലാറ്റായിട്ടുള്ള ഡിസൈൻ കേട്ടോ. ഡോഡ്ജിൻ്റെ ലോഗോ ഒക്കെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. സ്പ്ലിറ്റ് വിൻഷീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുന്ന് ജാവ ഇതായിരിക്കുന്ന സാധനം. അടിപൊളി. ഇനി നമുക്ക് ഇത് പ്രീമിയം വണ്ടിയുള്ള സെക്ഷൻ കേട്ടോ. ഞാൻ അവിടുന്ന് മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ കണ്ടത് ജാഗ്വാർ. നമുക്ക് പയ്യെ അവൻ്റെ അടുത്തോട്ട് വരാം. ഇവിടെ നമുക്ക് ഈ ബെൻസിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ പുതിയ ബെൻസാണല്ലോ, ലൈക്ക് രാജമാണിക്യം ഈ ക്ലാസ് ആണെന്ന് തോന്നുന്നത്. ഓഫ് കോഴ്സ് മെഴ്സിഡീസ് ബെൻസ് ക്ലാസ് ഈ ജർമ്മൻ മെയ്ഡ് കേട്ടോ. 2008 മോഡൽ. ഓഹോ, ഓക്കെ, 2008 മോഡൽ വണ്ടി കേട്ടോ. അടിപൊളി. അലോയൊക്കെ നോക്കി, രക്ഷയില്ല. ഡ്രീം കാർ കേട്ടോ. രാജമാണിക്യം സിനിമ കണ്ടപ്പോൾ തൊട്ട് ഇങ്ങനെ 3ാം ക്ലാസ്സിൽ പിടിക്കുന്നതാണ് കാണുന്നത്. അന്ന് തൊട്ട് തുടങ്ങിയ കേട്ടോ ഈ 2 ഹെഡ്ലൈറ്റുള്ള ബെൻസ്. അതും ഈ സാധനം തന്നെ. ഇത് ഈ ക്ലാസ് കേട്ടോ. ഓക്കെ, ബ്ലാക്ക് കളർ, അതും എൻ്റെ ഫേവറേറ്റ് കളറിൽ. സൈഡിൽ നിന്നൊക്കെയുള്ള വ്യൂ നോക്കി. സെക്സി ബിച്ച കേട്ടോ. എന്തൊരു ലുക്കാ, എലഗൻ്റ് ലുക്കാണ് കേട്ടോ വണ്ടി. 2008 ഈ ക്ലാസ്. അടുത്ത നമ്മൾ കിടക്കുന്ന 123 ബെൻസ് കേട്ടോ. 1980 മെഴ്സിഡീസ് ബെൻസ് 240D W123 ജർമ്മൻ മെയ്ഡ് കേട്ടോ. ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഈ കിടക്കുന്ന വണ്ടി ഒന്ന് കണ്ടോട്ടെ. ഓഫ്, ഇതൊക്കെ ഇപ്പം മോഹ വില കേട്ടോ വണ്ടിക്ക്. അടിപൊളി. അത് അപ്പുറത്ത് കിടക്കുന്നുണ്ട് ഒരു ലുക്ക് നോക്കി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ ഇത് 1993 മോഡൽ BMW E32 7 സീരീസ് കേട്ടോ. പഴയ കിഡ്നി ഗ്രില്ല് നോക്കി. രസോട്ടോ വണ്ടി. ഇതൊക്കെ കളക്റ്റബിൾസ് ആണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ അലോയ് നോക്കി. ഓ, വണ്ടിയുടെ ഇൻറ്റീരിയർ നോക്കി. ഇവിടുന്ന് തന്നെ അന്നത്തെ കാലത്ത് തന്നെ ആ ഒരു ലക്ഷറി ലെങ്ത്തിൽ സാധനം ഇങ്ങനെ കിടക്കും കേട്ടോ. അടുത്തത് ഗൈസ്, എനിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള എൻ്റെ സ്വന്തം വണ്ടി. ഇതല്ല കേട്ടോ, ടൊയോട്ട കൊറോള 1.6 GL. ഇത് 1990 മെയ്ഡാണ്. എൻ്റെ 2005 മോഡൽ കൊറോള പ്രൗഡ് ഓണം. ലോകത്തെ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള എന്താ പറയുന്ന കാറാട്ടോ കൊറോള എന്ന് പറയുന്നത്. ഇത് 1990 മോഡൽ. ഓ, റെഡ് കളർ, അടിപൊളി കേട്ടോ. ഓഫ് കോഴ്സ് മാനുഫാക്ചേർഡ് ഇൻ ജപ്പാൻ. ഇത് DOHC കേട്ടോ. 16 വാൽവ് 1587cc. 2000 നമ്മുടെ ഇടയിലൊക്കെ ഇരിക്കുന്നത് 1800cc കേട്ടോ വണ്ടി. ഓ, പൊളിച്ചു. പ്രൗഡ് ഓണർ. അടുത്തത് മെഴ്സിഡീസ് ബെൻസ് 200D 1983 മോഡൽ 200D ജർമ്മനി. ഡാംലർ കേട്ടോ, ഡാംലർ ബെൻസ് OM 615 ഡീസൽ. ഓ, ഡീസൽ എഞ്ചിൻ കേട്ടോ. ഇതൊരു മുട്ട വണ്ടി കേട്ടോ. നല്ല സൈസ് ഉണ്ട് വണ്ടിക്ക്. ലെങ്ത്തിൽ ബാക്കിലോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഡിസൈൻ എലമെൻ്റൊക്കെ നോക്കി. ആ സിൽവർ സ്ട്രൈപ്പിങ് ഇങ്ങനെ ബാക്കിലോട്ട് പോയിരിക്കുന്നത്. ഇതൊരു കിണ്ണം കച്ചിയ സാധനം കേട്ടോ. നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ണി പെട്ടത് തന്നെ കേട്ടോ. ഇത് 2005 ജാഗ്വാർ XJ6. ഇത് UK മാനുഫാക്ചേർഡ് ആണല്ലോ. 6 സിലിണ്ടർ എഞ്ചിൻ, 6 സ്പീഡ് ഓട്ടോമാറ്റിക്. അലോയൊക്കെ നോക്കി കേസ് വണ്ടിയുടെ. ഒരു പ്രത്യേകതരം ഡിസൈൻ എലമെൻ്റ് ആട്ടോ വണ്ടിക്ക് വന്നിരിക്കുന്നത്. ബോഡി അകത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ലക്ഷൂറിയസ് ഫീൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആ ഒരു കളറൂടെ ആയപ്പോഴത്തേക്ക് വണ്ടി ഒരു രക്ഷയില്ല. അതൊരു മാരക ലുക്ക്. കർണാടക രജിസ്ട്രേഷൻ കേട്ടോ. ജാഗ്വാറിൻ്റെ ആ ലോഗോ, നമ്മുടെ ജാഗ്വാർ ചാടുന്ന ലോഗോ. ഡബിൾ ഹെഡ് ലാമ്പ്, കിഡ്നി ഗ്രില്ലിങ്. 2 വണ്ടിയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതേതാ സാധനം? കാഡിലാക്ക്. ഇത് 1918 മോഡൽ കാഡിലാക്ക് ഫ്ലീറ്റ്വുഡ് കേട്ടോ. അമേരിക്കൻ മെയ്ഡാണ്. കാഡിലാക്ക് HC സീരീസ് V8 കേട്ടോ സാധനം. 4467cc. ഡംബോ. ആ കാഡിലാക്കിൻ്റെ ലോഗോ നോക്കി, അടിപൊളിയല്ലേ വണ്ടിക്ക്. ഇതിൻ്റെ ഇൻസൈഡ് നമുക്ക് കുറച്ച് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓ, ലെഫ്റ്റ് സൈഡ് കേട്ടോ ഡ്രൈവിങ്. ഓക്കെ, ആ ഒരു ഡിസൈൻ എലമെൻറ്റ് നോക്കിയേ. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒറ്റവനെ കൊള്ളാം കേട്ടോ. ഗിയർ നമ്മുടെ കോളം ഷിഫ്റ്റ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കി നോക്കാം. ഡൽഹി രജിസ്ട്രേഷൻ ആണല്ലോ വണ്ടി. ലോഗോ നോക്കി ഗൈസ്. ഇത് മസ്ത കേട്ടോ.
മേളിൽ ലോഗോയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ 1967 മസ്ദ ലൂസ് 1500 SUSV സീരീസ് ജപ്പാൻ. കൊള്ളാം കേട്ടോ ഐറ്റം. സ്റ്റാൻഡേർഡ് 2000 ഇന്ത്യ. ഓക്കേ, നമ്മുടെ സ്വന്തം വണ്ടിയാണല്ലോ, ഇന്ത്യക്കാരനാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മദ്രാസ് നമ്മുടെ ചെന്നൈ ബേസ്ഡ് കമ്പനി ആയിരുന്നു കേട്ടോ. 1959 തൊട്ട് 1988 വരെ അങ്ങനെ എന്തോ ആണ് വണ്ടിയുടെ പ്രൊഡക്ഷനോ കാര്യങ്ങൾ, സോറി ആ കമ്പനിയുടെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഡിസൈൻ നോക്കി ഭയങ്കര രസമുണ്ടത്. ഇതൊക്കെ റണ്ണിങ് കണ്ടീഷൻ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട് വണ്ടികൾ. ഇത് അംബാസഡർ എയർഫോഴ്സിൻ്റെ. ഓക്കെ, എയർഫോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അംബാസഡർ കേട്ടോ ഇത്. ഇസൂസു എഞ്ചിൻ 1986 മോഡൽ. ഓക്കെ, അടുത്ത നമ്മുടെ സ്വന്തം കോണ്ടസ ക്ലാസിക് ആട്ടോ, 1991 മോഡൽ. വാവ്, ഇവനിങ്ങ് നീണ്ടി കിടക്കും കേട്ടോ വന്ന് ഫ്രണ്ടിലോട്ട്. ഇവിടുന്നതാ ഇതാണ് കേട്ടോ ആള്. ഇത് നമ്മുടെ സ്വന്തം പോഴ്സിൻ്റെ മാട്രഡോറാണ്. അടിപൊളി. അവനെ ആ ഒരു പെയിൻറ്റിങ് വർക്ക് ചെയ്തേക്ക് നോക്കി അതിനകത്ത്. ടെമ്പോ മാറ്റഡോർ F307 4 സിലിണ്ടർ 2399 സി. ഇത് 1996 മോഡലാട്ടോ. അടിപൊളി. ഇതിനകത്ത് പെയിൻറ് ചെയ്തേക്കുന്ന ഭയങ്കര രസമുണ്ട്. വണ്ടി ഇങ്ങനെ കിടക്കട്ടോ നീണ്ട്. ഓ, ഇതാ സിപ്പാനി ഡോൾഫിൻ സലൂൺ. ഓക്കെ, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യൻ ബ്രാൻഡ് ആട്ടോ ഈ സാധനം. ഓക്കെ, ഇത് നമ്മുടെ 800 രൂപയായിട്ടൊക്കെ ആ സമയത്ത് ലൈക്ക് എന്താ പറയുന്നത്, അതിനുമായിട്ടൊരു കോമ്പറ്റീഷൻ അങ്ങനെ വന്നൊരു ഇന്ത്യൻ ബ്രാൻഡ് ആട്ടോ. പക്ഷെ വണ്ടി സക്സസ് ആയില്ല. നോക്കിക്കേ, ഫ്രണ്ടിൽ ഡോറ്, ഇതുവഴി ബാക്കിലോട്ട് കയറുന്നത്. കുഞ്ഞു വണ്ടി കേട്ടോ, ക്യൂട്ടാ സാധനം. ഇതാ നടക്കുന്നത് നമ്മുടെ സ്വന്തം 800DX SS80. വാവ്, കളർ ഭയങ്കര രസമുണ്ട്. 85 മോഡലാട്ടോ, ഇന്ത്യൻ മെയ്ഡ് തന്നെ, ജപ്പാനല്ല. 800 cc ഫോർവേഡ് ഗിയർ, റിവേഴ്സ് ഗിയർ. നമ്മുടെ സ്വന്തം വണ്ടി കേട്ടോ. ഇത് എംബ്രർ, ഇത് ഇലക്ട്രിക് വെഹിക്കിൾ കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ MG കോമറ്റിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈൻ. MG കോമറ്റ് കുറച്ചുകൂടി ബോക്സി ഷേപ്പ് പോലെ ഇറക്കിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇങ്ങനെ ഒരു ക്യൂട്ട് കാറായിട്ട്. ഇത് റിയർ സീറ്റും ഉണ്ട് കേട്ടോ ബാക്കിൽ. ഇതിനകത്ത് രണ്ടുപേര് തന്നെ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ കൂടെ റിയർ സീറ്റ് ചിൽഡ്രൻ സീറ്റ് ആയിരിക്കും. റെവ ഇലക്ട്രിക്. ഓക്കെ, 2008 മോഡലാണ്. ഇലക്ട്രിക് DC മോട്ടർ നമ്പർ 80 km/h ടോപ്പ് സ്പീഡ് പോകും കേട്ടോ വണ്ടി. നമ്മുടെ JCBയുടെ ഒക്കെ ഒരു ചെറിയ മോഡലിന്. ഫീൽഡ് മാർഷൽ ട്രാക്ടർ. ഇത് ട്രാക്ടറാണ് കേട്ടോ, പക്ഷെ നമ്മുടെ JCB കൊണ്ടിരിക്കുന്ന ഐറ്റം. ഇത് മാനുഫാക്ചർഡ് ഇൻ ഗുജറാത്ത്. ഓക്കെ, FMW 165 എന്ന് പറയുന്ന എഞ്ചിനാട്ടോ ഇരിക്കുന്നത്. ഇത് ഗുജറാത്തിൽ ഉണ്ടാക്കിയേക്കുന്ന സാധനമാണ് കേട്ടോ. ഫീൽഡ് മാർഷൽ കണ്ടിട്ട് ട്രാക്ടർ എന്നാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ JCBയുടെ ഒക്കെ ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ പോലെ ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് റെയർ മോഡൽ. ഇത് റെയറല്ല, മിറ്റ്സുബിഷി ലാൻസർ കേട്ടോ, 1998. ജപ്പാനും പോട്ടോ, അതുകൊണ്ട് ഇത് റെയർ ആണ്. ഇവിടെ ടൊയോട്ടയുടെ ഏതൊരു ഉണ്ട്, ഇത് ഏതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ സൊനാറ്റ, ഹ്യുണ്ടായി സൊനാറ്റ. ഇതേതാ, റോവർ മൊണ്ടിയാഗോ, UK വണ്ടി കേട്ടോ. ഇത് ദൈവു. പിന്നെ ഇത് ഹ്യുണ്ടായുടെ, ഇത് ആക്സെന്റ് അല്ലേ ഇടയ്ക്ക് കിടക്കുന്നത്. വെർണ CIDI. സെന്ന് കിടക്കുന്നു. ഇതേതാ സാധനം, ഈ 3 വരെ ഫിയറ്റ് യൂനോ. ഈ വണ്ടി ഇപ്പോൾ ഇല്ല കേട്ടോ. ഇതെനിക്ക് പണ്ട് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന വണ്ടിയാണ് കേട്ടോ, 4 ഡോർ സെഡാൻ. പിന്നെ നമ്മുടെ സ്വന്തം 800. നമ്മളങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇനി നമ്മൾ ഇവിടെ ഒരു മ്യൂസിയം പോലെ എന്തോ മഞ്ജുഷ മ്യൂസിയം. ഇത് കണ്ടോ, മഞ്ജുഷ മ്യൂസിയം. ഇതിനകത്തോട്ട് കയറി ഇവിടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പഴയ വിൻറ്റേജ് ക്ലോക്ക് ഇരിക്കുന്നു. നോക്കി, ഓഫ്, അടിപൊളി. ഗൈസ്, ഇത് കുറച്ച് കാണാനുണ്ടെന്ന് കേട്ടോ. തുളുനാട്. ഇത് കണ്ടോ, തുളുനാട്ടിൽ യൂസ് ചെയ്തിരുന്ന പഴയ യൂട്ടൻസിൽസ് ആട്ടോ. ഈ തുളുനാട് എന്ന് പറയുന്നത് കർണാടകയിലും ഉടുപ്പി, കർണാടക, നമ്മുടെ കാസർഗോഡ്, അവിടെ എല്ലാം പരന്നു കിടന്നൊരു ഇത് സംഭവമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് യൂസ് ചെയ്തിരുന്ന യൂട്ടൻസിൽസും കാര്യങ്ങളൊക്കെയാണ്. അറക്കവാട്, വെള്ളം കോരുന്ന മറ്റേ കലപ്പ. ഇത് പാതാളക്കരണ്ടിയാണ്. ചെമ്പ്, അരിയാട്ടുന്ന സാധനം അല്ല, ഇത് മറ്റേ കൃഷിയിടത്തിലോട്ട് വെള്ളം കോരി വിടുന്ന സംഭവം കേട്ടോ. ഇതെന്തോന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ കണ്ടിട്ട്. പഴയ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ നോക്കിയേ. സ്റ്റുഡിയോ ക്യാമറ കേട്ടോ ഇത്, പ്രൊജക്ടർ അല്ല. ഓക്കെ, ലാർജ് ഫോർമാറ്റ് സ്റ്റുഡിയോ ക്യാമറ. 1890 മുതൽ 1930 വരെ ഉണ്ടായിരുന്നു. ജപ്പാൻ. ഓക്കെ, ഇത് ക്യാമറയാണോ, പ്രൊജക്ടർ അല്ല.
ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇതല്ലടാ ടൈപ്പ് റൈറ്റർ, അണ്ടർവുഡ് ടൈപ്പ് റൈറ്റർ മോഡൽ 5 അണ്ടർവുഡ് 1904 സിർക്ക. ഓഹോ, പഴയ ടൈപ്പ് റൈറ്റർ ആട്ടോ ഗൈസ്. അണ്ടർവുഡ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആണ് ഇത്. ബൊറോക്സ് ആഡിങ് മെഷീൻ, എന്താ സംഭവം എന്തൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ പഴയ മെഷീൻ. ഇത് 1885 ഇത് നമ്മുടെ കാൽക്കുലേറ്ററിൻ്റെ പോലെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നൊരു പഴയ മെഷീൻ ആട്ടോ. ഇതൊരു ക്യാമറ ആട്ടോ, പക്ഷെ അതിൻ്റെ മെയ്ഡ് നോക്കി മെഷീൻ ഗൺസ് ഒക്കെ പോലെ എങ്ങനെ വെച്ചിട്ട് ട്രിഗറിന് പകരം അത് ക്യാപ്ചർ ചെയ്യുന്ന സംഭവം കേട്ടോ അവിടെ. അതുള്ളല്ലോ ഈ പഴയ ഫോൺ ഇരിക്കുന്നത്. ഇത് കണ്ടോ പഴയ ക്യാമറ കേട്ടോ. ഇതൊക്കെ ക്യാമറാസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇതിവിടെ എന്തോ ഇങ്ങനെ കുറച്ച് ആർട്ട് വർക്ക് കാര്യങ്ങൾ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് എന്തോ പഴയ ആർട്ടിക്കിൾസ്. ഇതൊക്കെ കന്നഡയിൽ എഴുതിയിരിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ രേഖകളും കാര്യങ്ങളൊക്കെയാണ്. താളിയോലകളുണ്ട്, അതിനകത്തെല്ലാം കന്നഡ എഴുതിയിട്ടുണ്ട്. പക്ഷേ പഴയ തേപ്പോട്ടി നോക്കിക്കേ, റഷ്യൻ മെയ്ഡ് ആട്ടോ അത്. നോക്കിക്കേ, കോൾ അയൺ. ഇത്രയും ചെറുതൊക്കെ ഇട്ടെന്തായിരിക്കും, കോളറൊക്കെ തേക്കുന്നതായിരിക്കും ചിലപ്പോൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമറയുടെ ഫ്രണ്ട് വശം കണ്ടോ, ഗണ്ണ് പോത്തിരിക്കുന്നത്. ഓക്കെ, റോളിഫ്ലിക്സിൻ്റെ ക്യാമറ. ഓ, ബോക്സ് ക്യാമറ. ഇതോ പഴയ കൽക്കട്ട പഞ്ച് ക്ലോക്ക്, ആംഗ്ലോസിസ് ഇന്ത്യ. ഇത് 1925 കേട്ടോ ഈ ക്ലോക്ക്. എന്തൊക്കെയോ പഴയ ഇതെന്തോ. ഇത് മറ്റേ ഇത് മറ്റേ ലോക്കറാട്ടോ, അല്ല പൈസയൊക്കെ വെക്കുന്ന ലോക്കർ. കുറേ പഴയ പെയിൻറ്റിങ്സ്. മഹാരാജാസ് ഓഫ് മൈസൂർ. ഈ വോളിൽ മൊത്തവും മൈസൂരെ രാജാക്കന്മാരുടെ കാര്യങ്ങളും. ഇത് മൈസൂരെ ഗ്ലാസ് പെയിൻറ്റിങ്. ഇതൊക്കെ ഫേമസ് ആട്ടോ സംഭവം. ഇവിടെ പഴയ ഗ്രാമഫോൺ ഇരിപ്പുണ്ട് കേട്ടോ. നോക്കി, ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ കാരണം കാണുന്നില്ല. നോക്കി, ഓഹോ, ഇത് കേട്ടോ ഫോണോഗ്രാഫ്, തോമസ് എഡിസൺ ഗ്രാമഫോൺ. നോക്കി, ഇതെന്തോടെ സാധനം, ടീ സമോർ. ഓ, പഴയ ചായ ഉണ്ടാക്കുന്ന സാധനം ഇത്. ഇത് പഴയ സമോറാട്ടോ ഈ സാധനം. പോർട്ടബിൾ ഗ്രാമഫോൺ. പണ്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഗ്രാമഫോണാട്ടോ ഇത്. ഇത് നമ്മുടെ മറ്റേ റെയിൽവേയുടെ ടോക്കൺ ബോക്സ്. ഓക്കേ, ഇതെന്തുവാ, സോഡാ മേക്കറോ. ഇത് പണ്ടത്തെ സോഡാ മേക്കർ കേട്ടോ. ഇതിനകത്തോട്ടിട്ട് മറ്റേ കറക്കി സോഡ ആക്കുന്നത്. ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രൊജക്ടർ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു വലിയ പ്രൊജക്ടർ, ഫിലിം പ്രൊജക്ടർ. നമ്മുടെ പണ്ടുള്ള ഫിലിം ഇട്ടിങ്ങനെ കറക്കി സിനിമ കാണുന്നത്. ഓ, ഇതാ 2 എണ്ണം ഇരിപ്പുണ്ട് കേട്ടോ സംഭവം. ഇവിടെ കുറേ റാന്തലും അത് ഇത് അങ്ങനെ കുറേ ലൈറ്റുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പഴയ അച്ചടി യന്ത്രം കേട്ടോ. 1813 മെഷീനാട്ടോ ഇത്. 1813 ഫിലാഡൽഫിയ USA, കൊളംബിയൻ പ്രസ്. നോക്കി, പ്രസ് കേട്ടോ പഴയ. ഇതിനകത്ത് വർക്ക് നോക്കി, ഇത് കുറച്ച് വുഡും ബാക്കി മെറ്റലും കേട്ടോ. ആ ഒരു ഈഗിളിനെയൊക്കെ കുത്തി വെച്ചു. എണ്ണ എലഗൻ്റാണ് നോക്കി അതിൻ്റെ ഒരു വർക്ക് തന്നെ. ഇത് പേപ്പർ കട്ടിങ് മെഷീൻ. പിന്നെ ഇവിടെ എന്താ ഉള്ളത്, ഇതാ നമ്മുടെ മിസൈൽ കേട്ടോ. ജീപ്പിലൊക്കെ വെച്ചിട്ട് ഇതാണ്. അതിൻ്റെ ബാക്കിൽ പണം കൊടുത്തിട്ടുണ്ട്. പീരങ്കി M40 അതന്നെ. റിക്കോലീസ് റൈഫ് M40. ഇത് അതുപോലെ ഇവിടെ കുറേ ഗൺസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടോ. ഇത് പഴയ ബ്രിട്ടീഷ് ഇറയിലൊക്കെ ഉള്ള ഗണ്ണുകൾ കാര്യങ്ങൾ, റൈഫിൾസ്, വെപ്പൺസ്. ഇവിടെ വരുമ്പോൾ സ്വാഡ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട്. ഇരുട്ടാണ്, ഇങ്ങോട്ടൊന്നും ലൈറ്റ് അവന്മാർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ പഴയ വാളും കാര്യങ്ങളൊക്കെ. ഇതിൽ കയ്യിലിട്ടിട്ട്, ഇത് കണ്ടോടാ, ഇത് സംഭവം മനസ്സിലായടാ. ഈ 2 എണ്ണം കണ്ടോ, ഇതിങ്ങനെ കൈ കയറ്റിയിട്ടിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് വെട്ടുന്ന വാള്. ഇവിടെ ഇത്രയും കുറേ ഹിന്ദു ഡെയ്റ്റീസിൻ്റെ പഴയ എന്താ പറയുന്നത്, ഇതൊക്കെ 8th സെഞ്ച്വറിയിലൊക്കെ ഉള്ളതാട്ടോ. ലേറ്റ് ചാലുക്യ സ്റ്റൈൽ വിഷ്ണുദേവ്. 15th സെഞ്ച്വറി വിഷ്ണുഗണ, പാർട്ട് ഓഫ് പ്രഭാവലി. ഓ, ഇത് ഐഡൽ ഓഫ് ശനീശ്വര. ഓക്കെ, ഇത് ശനീശ്വരൻ്റെ വിഗ്രഹം കേട്ടോ. 19ാം നൂറ്റാണ്ടിലാണ് സാധനം. ഇത് ഹെഡ് ഓഫ് ഡെയ്റ്റി, വിജയനഗര സ്റ്റൈൽ. വിജയനഗരത്തിലെ ഏതോ ഒരു ദൈവത്തിൻ്റെ തലയാട്ടോ ഇരിക്കുന്നത്. 15ാമത്തെ സെഞ്ച്വറിയിലുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ക്രോസും ജീസസും അതിന് താഴെയായിട്ടൊരു എന്താ പറയുന്നത് ചർച്ചിൻ്റെ ഫോമിലൊക്കെ അത് ഡിസൈൻ ചെയ്ത് ഇങ്ങനൊരു സംഭവം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഫുൾ കോയിൻസ്, അവിടെ സ്റ്റാമ്പ്. നോക്കി, ബുദ്ധനാണ് തോന്നിയിരിക്കുന്നത് ഈ കോയിനിൽ. ഇത് ഫുള്ള് കോയിൻസ് ആട്ടോ, ഓൾ ഗ്രീൻനെസ്. ഓഹോ, ഇത് പഴയ സ്റ്റാമ്പ്സ്, ആർമി നേവി എയർഫോഴ്സ് സ്റ്റാമ്പുകളാട്ടോ. ഇത് കറൻസീസ്, മില്ലി ഫ്രാൻസ്. ഓക്കെ, ഇത് കറൻസീസ് ആട്ടോ. ഇവിടെ വീണ്ടും കോയിൻസ്. അതെനിക്കൊന്ന് ബാഡ്ജസ് ആണെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു കോയിൻസ് അല്ലേ, മറ്റേ ബാഡ്ജ്.
കുത്തുന്നേ. ഓക്കെ, കഴിഞ്ഞെന്ന് തോന്നല്ലടാ. അങ്ങനെ കണ്ടു കഴിഞ്ഞു കേട്ടോ. വർത്ത കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എന്തായാലും ഇവിടുന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ബാക്കി സംസാരിക്കാം. ഗൈസ്, ഇത് കർണാടകത്തിൽ വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്നൊരു ഒറ്റ ആളാട്ടോ. പുള്ളിയുടെ സംഭവം കേട്ടോ, ലൈക്ക് പുള്ളിയുടെ മ്യൂസിയമാണേ. ഒരൊറ്റ പേഴ്സൺ കേട്ടോ, കമ്പനിയോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ഒരൊറ്റ ആളാണ്. ആ പുള്ളി പാഷൻ്റെ പുറത്ത് പണിഞ്ഞെടുത്തേക്കുന്ന സംഭവം കേട്ടോ. പുള്ളി ഇവിടെ എന്തോ ഭയങ്കര സംഭവമാണ് കേട്ടോ. പുള്ളിയെ പറ്റി പറയുമ്പോഴെല്ലാം എന്താ പറയുന്നത്, ഭയങ്കര ബൂസ്റ്റപ്പാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്തോ ധർമ്മസ്ഥാന ടെമ്പിളിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അതിൻ്റെ ഓണറാണോ അങ്ങനെയൊക്കെ പറയുന്നത്. ടെമ്പിളിലങ്ങനെ ഓണർ വരും, എനിക്കറിയത്തില്ല. ഇത് എക്സിറ്റ് കേട്ടോ. ഇവിടെ എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ റിമാർക്സ് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇങ്ങനെ എഴുതി കൊടുക്കണം. അവിടെ തന്നെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറഞ്ഞാൽ ആരും ഒന്നും കൊടുക്കത്തില്ലല്ലോ. പക്ഷേ ഇവിടെ ക്യൂ നിന്നാണ് കേട്ടോ എഴുതാൻ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് എഴുതണം, എന്നിട്ട് നമുക്ക് ഇവിടെ നീങ്ങാം. കൈസ്, അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി കേട്ടോ. ഇരുട്ടി കേട്ടോ. പക്ഷേ എത്ര മണിക്കൂർ നമ്മൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു എന്ന് അറിയാൻ വയ്യ കേട്ടോ. ഇത് വർത്ത് പ്ലേസാണ്, പറയാതിരിക്കാൻ വയ്യ. അതേ ബിൽഡിംഗ് നോക്കി രാത്രി ആയപ്പോഴത്തേക്ക്. ഓഹ്, പൈനാന്ന് കേട്ടോ ഇതിൻ്റെ പേര്, പൈന ട്രാവൽ ജേണി. ഇത് പുള്ളിയുടെ പേര് ഞാൻ പറഞ്ഞത്. ഇത് ഒരു പ്രൈവറ്റ് പേഴ്സൻ്റെ ആ ഒരാളുടെ കേട്ടോ. ഭയങ്കര പാഷനേറ്റാന്ന് തോന്നുന്നു കേട്ടോ പുള്ളിക്ക്. ഇതേ സെയിം തന്നെ മാംഗ്ലൂർ ഉണ്ടെന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങളിതെല്ലാം കണ്ടു കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. അതേ നല്ലോണം ഇരുട്ടി. ഞങ്ങൾ മണിക്കൂറുകൾ അതിനകത്ത് സ്പെൻഡ് ചെയ്തു പോയി. അടഞ്ഞതേ ഇല്ല സമയം പോയത്. എൻട്രൻസ് ഫീ വെറും 50 രൂപ ഒരാൾക്ക്. 50 രൂപയ്ക്ക് നിനക്ക് എന്താണ് അഭിപ്രായം? 50 രൂപയ്ക്ക് ലാഭം. കൈസ്, ഇത് ഇത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇതിനൊരു 250 രൂപ അല്ല പോട്ടെ, ഒരു 150 രൂപ ഉറപ്പായിട്ട് ടിക്കറ്റ് ചാർജ് വെക്കുമായിരുന്നു. എനിക്കൊന്നും പറയാനല്ലോ കേട്ടോ. 50 രൂപയ്ക്ക് വർത്താട്ടോ. നിങ്ങൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ മൈസൂരൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈസൂർ ടൗണിൽ നിന്ന് നമ്മുടെ ശ്രീരംഗപട്ടണത്തോട്ട് പോകുന്നത്, അതായത് മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ ജസ്റ്റ് ഒരു 12 കിലോമീറ്റർ ഇങ്ങോട്ട് ഓടി വന്നാൽ മതി കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ ഒരു വിഷയമില്ല. അടിപൊളി പ്ലേസ് കേട്ടോ. വണ്ടിപ്രാന്തന്മാർക്കെല്ലാം പറ്റിയ പ്ലേസ് കേട്ടോ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഭ്രാന്ത് മൂത്തു അമ്മാതിരിയാണ്. പ്രത്യേകിച്ച് വിൻറ്റേജ് വണ്ടികൾ കേട്ടോ. പുതിയ വണ്ടീസൊന്നുമില്ല, വിൻറ്റേജ് വണ്ടികൾ കേട്ടോ. വർത്താ കേട്ടോ. 50 റുപ്പീസ് പെർ പേഴ്സൺ ടിക്കറ്റ് ചാർജിന്. 500 രൂപയുടെ എന്താ പറയുന്നത് മനസ്സംതൃപ്തി നമുക്ക് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ പയനയോട് വിട പറയുകയാണ്. ഇതാട്ടോ ബിൽഡിംഗ് രാത്രി വ്യൂ. എന്തായാലും ഇരുട്ടായി. ഞങ്ങളിനി ഞങ്ങളുടെ യാത്ര മുമ്പോട്ട് നീങ്ങട്ടെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.